വലിയ വലിയ സാധനങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യം. രാമായണ മാസം നമുക്കെല്ലാവർക്കും അറിയാം. കർക്കിടക മാസം സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ചരിതം, നാമം ഒക്കെ എല്ലാ വീടുകളിലും മുഖരിതമാവുന്ന സമയമാണ്. അതിൻ്റെ പിന്നിലുള്ള ചരിത്രമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോണില്ല. എങ്ങനെയാ രാമായണം തലമുറകളിലേക്ക് കൈമാറുക? കാരണം നമ്മളെ സംബന്ധിച്ച് രാമായണ മാസമാകുമ്പോഴോ അല്ലെങ്കിൽ കർക്കിടക മാസമാകുമ്പോൾ മാത്രമുള്ള എന്തോ ഒരു പ്രത്യേക ചര്യയാണ് രാമായണ പാരായണം എന്നുള്ളത്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ അതിനെ ഒതുക്കിക്കളഞ്ഞു. ആ രാമായണം സർവത്ര ജീവിതത്തിലെ സകല അവസ്ഥകളിലും പാരായണം ചെയ്യുന്നതിനുള്ള പ്രചോദനമാണ് യഥാർത്ഥത്തിൽ കർക്കിടകത്തിലെ രാമായണ പാരായണം. നമ്മളതിനെ കാലം പോകെ 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 ഏതെങ്കിലും ഒരു മാസം മാത്രം ആചരിക്കുന്ന ഒരു രീതിയായിട്ട് രാമായണ പാരായണം ഒതുക്കി. വളരെ വിഷമമുള്ള കാര്യമാണ്. എന്നാലും നമ്മൾ എവിടെ നിൽക്കുന്നു എന്നറിയാണ്ട് നമ്മൾ എങ്ങോട്ട് പോകണം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് രാമായണത്തെ ഒരു മാസത്തിന്റെ ചട്ടക്കൂടിനുള്ളിലേക്ക് ഒതുക്കിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ആ ഒരു മാസം തന്നെയുള്ള വായന നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ബാക്കി 11 മാസവും തിരിഞ്ഞു നോക്കാണ്ടൊരു സാധനം അവിടെ കിടക്കുന്നുണ്ട്. എന്താ അത്? രാമായണം. രാമായണ മാസം അല്ലെങ്കിൽ കർക്കിടകം ആരംഭത്തിൽ 1-ാം തീയതി ആ ഒരു സമയത്ത് മാത്രമാണ് ഇങ്ങനൊരു സാധനം വീട്ടിലുണ്ടെന്ന് നമ്മൾ ഓർക്കുക. എല്ലാ പൊടിയൊക്കെ തൂത്ത് വൃത്തിയാക്കി തുടച്ചു വെക്കും. എന്നിട്ട് എന്താ ചെയ്യുക? നമ്മൾ വായിക്കുമ്പോൾ നമുക്കും അറിയില്ല, അടുത്ത് നിൽക്കണ ആൾക്കും അറിയില്ല നമ്മൾ എന്തൊക്കെയാ വായിക്കണത്, എന്തിനു വേണ്ടിയിട്ടാണ് രാമായണം പാരായണം ചെയ്യുന്നത് നമുക്ക് പലപ്പോഴും അറിയില്ല. യഥാർത്ഥത്തിൽ രാമായണം എങ്ങനെയാണ് തലമുറകളിലേക്ക്, അടുത്ത തലമുറയിലേക്ക് കൈമാറുക? നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരേ ഒരു ആശയം കുട്ടികളെ അടിച്ചു പഠിപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഉള്ളിലുള്ള പരാതി, അവരിയ്ക്കണില്ല, കുട്ടികളിരിക്കണില്ല, മക്കൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല, അവര് പാരായണം ചെയ്യുന്നില്ല, ഭഗവാന്റെ കഥ കേൾക്കാൻ അവർക്ക് സമയമില്ല. നമ്മൾ യഥാർത്ഥത്തിൽ കേട്ടിട്ടുണ്ടോ? ആദ്യം നമ്മൾ അതാ ചോദിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും വൃത്തിയായി അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുക. അങ്ങനെ ചോദിക്കുമ്പോൾ ഉത്തരം ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇല്ല. കാരണം നമ്മൾ അവരോട് പാരായണം ചെയ്യാനോ പഠിക്കാനോ ആജ്ഞാപിച്ചത് കൊണ്ട് എന്തില്ല? യാതൊരു കാര്യം ഉണ്ടാവില്ല. വീട്ടിൽ വിളക്ക് വെക്കണം എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കുക. സന്ധ്യാസമയത്ത് വീട്ടിലെന്താ ഇന്ന് എപ്പോഴും കേൾക്കണ ശബ്ദം? നാമജപാണോ? അല്ല, സീരിയലിന്റെ ശബ്ദം ഉണ്ടാവും. അതിൻ്റെ ഇടയിലായിരിക്കും മുത്തശ്ശി ഉണ്ടാവും, അമ്മയുണ്ടാവും. അവർ കൊച്ചുമക്കളോട് പറയും, വിളക്ക് വെക്കടാ. ഞങ്ങളുടെ ഒക്കെ നാട്ടിൽ പറയാം വിളക്ക് കത്തിക്കാന്ന്. വിളക്ക് കത്തിക്കടാന്ന് പറയും. ഈ കുട്ടി മനസ്സില്ലാ മനസ്സോടെയാണ് എന്ത് ചെയ്യുക? വിളക്ക് കത്തിക്കാൻ പോവുക. അമ്മയുടെ ശകാരം ഭയന്നിട്ട് അല്ലെങ്കിൽ മുത്തശ്ശിയുടെ ശകാരം ഭയന്നിട്ടാണ് ഈ കുട്ടി എന്ത് ചെയ്യുക? വിളക്ക് കത്തിക്കാൻ പോവുക, വിളക്ക് വയ്ക്കാൻ പോവുക. നാടൻ ഭാഷയിലാട്ടെ ഈ വിളക്ക് കത്തിക്കാന്നൊരു പ്രയോഗം. അപ്പോഴീ കുട്ടി മുത്തശ്ശിയുടെയോ അല്ലെങ്കിൽ അമ്മയുടെയോ ശകാരം ഭയന്നിട്ട് വിളക്ക് വയ്ക്കുന്നതോട് കൂടിയിട്ട് അവന്റെ മനസ്സിൽ എന്താ ഉണ്ടാവുക? വിളക്ക് വയ്ക്കുക എന്നുള്ള ആ ഒരു പ്രക്രിയയിൽ നിന്ന് അവന്റെ മനസ്സും എല്ലാം പിൻവാങ്ങുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ വിളക്ക് വയ്ക്കുന്നതിനുള്ള അവന്റെ താല്പര്യത്തെ തല്ലിക്കെടുത്തി. എന്നിട്ട് അവനോട് പറയും, നാമം ജപിക്കടാ. നമ്മളെവിടെ ആ സമയത്ത് ഉണ്ടാവുക? ടിവിയുടെ മുന്നില. ആ സമയത്ത് നമ്മളെവിടെ ഉണ്ടാവുക? ടിവിയുടെ മുന്നിലാണ്. അവിടെ ബഹളം ഉണ്ടാവും, കരച്ചിലുണ്ടാവും, പിഴിച്ചിലുണ്ടാവും, ചിലപ്പോഴും ന്യൂസിൽ ചർച്ച നടക്കുന്നുണ്ടാവും, തല്ലുണ്ടാവും, ബഹളം ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഇവിടുന്ന് രാമ 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 രാമ. കുട്ടി എന്തു ചെയ്യും? 10 തവണ രാമനാമം ജപിക്കുന്നതിൻ്റെ ഇടയിൽ 100 തവണ തിരിഞ്ഞു നോക്കും. അമ്മ വരുന്നുണ്ടോ? മുത്തശ്ശി വരുന്നുണ്ടോ? അവൻ്റെ മനസ്സ് അവിടെ ഉറച്ചിട്ടില്ല. എങ്ങനെയാ നാമജപം കുട്ടിയിലേക്ക് നമ്മൾ കൊണ്ടുവരിക? മുത്തശ്ശിയോ മുത്തശ്ശനോ അമ്മയോ അച്ഛനോ ആരാച്ചാൽ കൂടെ ഇരുന്ന് ജപിക്കുക. ജപിക്കാനൊന്നും പറയണ്ട. നമ്മൾ ആദ്യം നിർത്തേണ്ട പരിപാടി കുട്ടികൾക്ക് ഓർഡർ കൊടുക്കുന്ന പരിപാടി നിർത്തുക. അത് ചെയ്യടാ ഇത് ചെയ്യടാ എന്നുള്ള പറയുന്ന പരിപാടി ആദ്യം നിർത്തുക. മെല്ലെ പിടിച്ചുകൊണ്ട് വരിക. ഒറ്റ കാര്യം ഉറപ്പ് വരുത്തുക, അടുത്തിരിക്കണ്ട് എന്ന് മാത്രം ഉറപ്പ് വരുത്തുക. നമ്മൾ ജപിക്കുക. ഭഗവാനിൽ ഉറച്ച മനസ്സോടെ നമ്മൾ എന്ത് ചെയ്യുക?
രാമ 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 രാമ. ആ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴെന്തുണ്ടാവും? കുട്ടിയുടെ മനസ്സിൽ ജപിക്കാനുള്ള താല്പര്യത്തെയാണ് നമ്മൾ കൊടുക്കുന്നത്, നാമത്തെ അല്ല കൊടുക്കേണ്ടത്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ അബദ്ധം എന്ന് പറയുന്നത് നാമത്തെ കൊടുക്കും. ഒരു നാമം കൊടുത്തിട്ട് അത് ജപിക്കാൻ പറയും. അതല്ല വേണ്ടത്. നാമം ജപിക്കാനുള്ള താല്പര്യം കൊടുക്കുക. നമ്മൾ ജപിക്കുമ്പോൾ ആ കുട്ടി അടുത്തിരുന്ന് കേൾക്കുന്നുണ്ട് എന്ന് മാത്രം ഉറപ്പുവരുത്തുക. നമ്മളെ മനസ്സ് ഉറച്ചിട്ട് അവിടെ ജപിച്ചു കഴിഞ്ഞാൽ 3-ന്റെ അന്ന് ആ കുട്ടി എന്തു ചെയ്യും? മെല്ലെ ജപിച്ചു തുടങ്ങും. കേട്ട നാമം ആ കുട്ടി ജപിച്ചു തുടങ്ങും. നമ്മളെക്കാളും നന്നായിട്ട് ജപിക്കും, ഒരു സംശയം വേണ്ട. കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ആചരിക്കേണ്ടത്. നമ്മൾ കാണിച്ചു കൊടുക്കുക, നല്ല ശീലങ്ങൾ കാണിച്ചു കൊടുക്കുക. ചൂരലെടുത്ത് പിന്നാലെ ഓടുന്നതിന് പകരം നല്ല ശീലങ്ങൾ കാണിച്ചു കൊടുക്കുക. വഴക്കിടരുത് എന്ന് പറയുന്ന അമ്മയും അച്ഛനും തമ്മിൽ വഴക്കിട്ട് കഴിഞ്ഞ അവസ്ഥ എന്തുണ്ടാവും? കുട്ടിയോട് പറയാണ്, ക്ലാസ്സിൽ പോയിട്ട് വഴക്കിടരുത് കേട്ടോ. എന്നും രാത്രിക്ക് ഇവർ തമ്മിലല്ല. കുട്ടി വഴക്കല്ലാണ്ട് വേറെന്താ കേൾക്കുക? എന്താ കാണുക? എന്താ ചെയ്യുക? പിന്നെ എന്താണോ ആ കുട്ടി കേൾക്കുന്നത്, എന്താണോ കാണുന്നത്, അത് തന്നെയാണ് ആചരിക്കുക. നമ്മൾ സീരിയൽ കണ്ടിട്ട്, ന്യൂസ് ചാനലിൽ ചർച്ച കണ്ടിട്ട് ആ സമയത്ത് കുട്ടിയോട് നാമം ജപിക്കാൻ പറയുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ എന്താ നമ്മൾ കൊടുക്കുന്നത്? എനിക്കൊരു സന്താനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം? സീരിയൽ കാണാം. അതുവരെ ഞാൻ ആചരിച്ചാൽ മതി. ആ ഒരു ചിന്ത നമ്മളായിട്ട് ആ കുട്ടിയുടെ മനസ്സിൽ കൊടുക്കുക. ഇപ്പൊ രാമായണത്തിലേക്ക് വരാം. എന്താ ചെയ്യേണ്ടത്? നല്ല ശുദ്ധ വസ്ത്രം ധരിച്ച് കുളിച്ച് വൃത്തിയായിട്ട് ആദ്യം വീട്ടിലെ മുതിർന്നവര് രാമായണവും എടുത്ത് പൂജാമുറിയിൽ വരിക. കുട്ടിയും കൂട്ടുക, അടുത്തിരുത്തുക. കഥയൊന്നും പറഞ്ഞു കൊടുക്കണ്ട, ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. നിങ്ങൾ മനസ്സിരുത്തിയിട്ട് ആദ്യം രാമായണം പാരായണം ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിരുത്തിയിട്ട് രാമായണം പാരായണം ചെയ്യുക. അങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അടുത്തിരുന്നിട്ട് ഒരാൾ കേൾക്കുന്നുണ്ട്. ആരാ കേൾക്കുന്നത്? ആ ശരീരമല്ല, അവൻ്റെ ഉള്ളിലുള്ള പ്രാണൻ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യത്തെ ദിവസം ഇരിക്കും അത്. ആ കുട്ടി ആദ്യത്തെ ദിവസം അടങ്ങി ഒതുങ്ങിയിരിക്കില്ല, ഓടും. കാരണം മനസ്സിന് യാതൊരു വിധത്തിലും പരിചയമില്ലാത്തൊരു സാധനമാണ് നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടി ഇതുവരെ അങ്ങനെ ഒരു സാധനം പരിചയിച്ചിട്ടില്ല. പരിചയമില്ലാത്ത സ്ഥലത്ത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാകുക? ഒട്ടും പരിചയമില്ലാത്തൊരു കല്യാണത്തിന് പോവുക, ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാരുടെ നടുവിൽ പോയിരിക്കുക. എന്താ തോന്നുക? നല്ല സുഖം തോന്നും. അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, മുകളിലോട്ട് നോക്കും, താഴോട്ട് നോക്കും. ഇറങ്ങി ഓടിയാലോ എന്ന് ചിന്തിക്കണവർ വരെയുണ്ട്. കുട്ടിയുടെ മനസ്സും അത് തന്നെ ചെയ്യും. ആദ്യത്തെ ദിവസം അവൻ എന്ത് ചെയ്യും? അവിടെ ഇവിടെയൊക്കെ നോക്കും, കൈ കിട്ടുന്നൊക്കെ വലിച്ചിടും. രണ്ടാമത്തെ ദിവസവും എന്ത് ചെയ്യുക? ഒന്നും പറയാണ്ട് പിടിച്ചു കൊണ്ടുവരിക, ഇരുത്തുക. വേറൊന്നും ചെയ്യണ്ട. ജപിക്കൂന്നൊന്നും പറയണ്ട, ശ്രദ്ധിക്കൂന്ന് പോലും പറയണ്ട. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കൂന്ന് പോലും പറയണ്ട. നമ്മൾ ശ്രദ്ധയോടെ രാമായണം പാരായണം ചെയ്യും. 3-ാമത്തെ ദിവസം തൊട്ടിട്ട് നല്ല എത്തി നോക്കും, എന്താ നടക്കുന്നത് നോക്കും. 4-ാമത്തെ ദിവസം തൊട്ടിട്ട് ആ കുട്ടി ചോദിച്ചു തുടങ്ങും, ആരാ രാമൻ? ഇങ്ങോട്ട് ചോദിക്കും. രാമായണത്തിന്റെ ഒരു പ്രത്യേകത, ഇങ്ങോട്ട് ചോദിക്കാണ്ട് എന്ത് ചെയ്യുന്നില്ല? ഭഗവാന്റെ കഥ കൊടുക്കില്ല. ഏറ്റവും രസകരമായിട്ട കാര്യമാണ്. രാമായണത്തിൽ എങ്ങനെയാ ഭഗവാൻ ശ്രീപരമേശ്വരൻ നേരിട്ട് വന്ന് ദേവിക്ക് കൊടുക്കണ്ടോ? എൻ്റെ കയ്യിലൊരു കഥയുണ്ട് കേട്ടോ, തരാൻ. നിനക്ക് ഞാനിപ്പോൾ തരാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കണ്ടോ? ഇല്ല, ദേവി ചോദിക്കണത് വരെ മിണ്ടാണ്ടിരുന്നു. ഭഗവാനോട് ദേവിയാ ചോദിക്കണത്, ഭഗവാനെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥ അറിയണമെന്ന് ഒരു താല്പര്യമുണ്ട്. അതുവരെ മിണ്ടാണ്ടിരുന്നു. ആ താല്പര്യത്തെ ജനിപ്പിക്കുക എന്നുള്ള പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. അപ്പോഴാണ് ഭഗവാൻ മെല്ലെ ചുരുക്കി പറഞ്ഞു കൊടുക്കുന്നത്. രാമസീതാ തത്വമായിട്ട് ചുരുക്കി 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 പറഞ്ഞു കൊടുത്ത് അവസാനം വിസ്തരിച്ച് കൊടുക്കുന്നതാണ് നമ്മുടെ കയ്യിൽ രാമായണമായിട്ട് കിട്ടിയിട്ടുള്ളത്. അതേമാതിരി 4-ാമത്തെ ദിവസം ആ കുട്ടി ചോദിക്കും, ആരാ രാമൻ? അപ്പോഴും നമ്മൾ മെല്ലെ പറഞ്ഞു കൊടുക്കുക. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായിട്ട് സാക്ഷാൽ ആദിനാരായണൻ തന്നെ ജന്മമെടുത്തിട്ടുള്ളതാണ് രാമൻ. ആ രാമൻ ജീവിതത്തിൽ സദാ ധർമ്മത്തെ ആചരിച്ച ആളാണ്. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? രാമൻ എന്താണ്? ജീവിതത്തിൽ സദാ ധർമ്മത്തെ ആചരിച്ച ആളാണ്. രാമായണത്തിൽ വളരെ പ്രസിദ്ധമായിട്ടൊരു വാക്യമുണ്ട്, രാമോ വിഗ്രഹവൻ ധർമ്മ സാധു സത്യപരാക്രമ. ആരാ പറയുന്നത്? എപ്പോഴും പറയുന്നൊരു വാചകമാണ്. ആരാ പറയുന്നത്?
മാരീചൻ പറയുന്ന വാക്കാ. ആരാ രാമൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇതിലും നല്ലൊരു വാക്ക് പറഞ്ഞു കൊടുക്കാനില്ല. ആരാ രാമൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കാ പറഞ്ഞു കൊടുക്കേണ്ടത്. രാമൻ എന്ന് പറഞ്ഞാൽ ധർമ്മം. കോദണ്ഡപാണിയായിട്ടുള്ള ആ രൂപം ആരാണ്? ധർമ്മം തന്നെയാണ്. ജീവിതത്തിൽ സത്യത്തെയും ധർമ്മത്തെയും ആചരിക്കാൻ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ സ്വയം ജന്മം എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് മാത്രമേ കഥ പഠിപ്പിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എന്താ കാരണം? അല്ലാണ്ട് നമ്മൾ കഥ കൊടുത്താൽ ആ കുട്ടി കഥയിൽ കുടുങ്ങും. എന്നിട്ട് കഥ പറഞ്ഞിട്ട് തമ്മിൽ തല്ലും. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമുക്ക് എല്ലാവർക്കും കഥ മതി. കഥയുടെ പേരിൽ നമ്മൾ തമ്മിൽ തല്ലുകയാണ്. കഥയുടെ പേരിൽ നമ്മൾ തമ്മിൽ തല്ലുകയാണ്. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? മനസ്സിൽ സദാ ചോദ്യമാണ്, ആരാ വലുത്? ഭഗവാന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ചോദ്യം അതാണ്. ആരാ വലുത്? ദേവിയാണോ വലുത്? നാരായണനാണോ വലുത്? അമ്മയാണോ വലുത്? മഹാദേവനാണോ വലുത്? ശ്രീപരമേശ്വരനാണോ വലുത്? എന്നിട്ട് തമ്മിൽ തല്ലും. എന്താ കാര്യം? നമ്മുടെ ഉള്ളിൽ ചെറുപ്പം തൊട്ടേ കുടുങ്ങിയിട്ടുള്ളത് കഥകൾ മാത്രം. നമ്മുടെ ഉള്ളിൽ ചെറുപ്പം തൊട്ടേ കുടുങ്ങിയിട്ടുള്ളത് എന്താ? ഈ കഥകൾ മാത്രമാണ്. എന്താണോ ഉള്ളിൽ കുടുങ്ങേണ്ടത് അതൊട്ട് കുടുങ്ങിയിട്ടുമില്ല. എന്ത് ഉപാധി കൊണ്ടാണോ ഭഗവാനെ അറിയേണ്ടത് ആ ഉപാധി മാത്രം നമ്മൾ മനസ്സിൽ കൊണ്ട് വെക്കുകയും ചെയ്തു. കഥ എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാനെ അറിയാനുള്ള ഉപാധി മാത്രമാണ്. മരുന്ന് കഴിക്കണ സ്പൂണ് മാതിരിയാണ് കഥ. എന്താ വിഴുങ്ങുക? സ്പൂണാണോ മരുന്നാണോ? ടീസ്പൂണിൽ മരുന്ന് കൊടുത്താൽ എന്താ വിഴുങ്ങും നമ്മൾ? മരുന്ന് വിഴുങ്ങിയിട്ട് സ്പൂണ് തിരിച്ചു വെക്കും. സ്പൂണോടെ വിഴുങ്ങുമോ? വിഴുങ്ങിയതേ ഓർമ്മയുണ്ടാവും. പിന്നെ അടുത്ത മരുന്ന് വിഴുങ്ങാൻ നമ്മൾ ബാക്കിയുണ്ടാവില്ല. ഇത് ഭഗവാന്റെ കാര്യത്തിൽ നമ്മൾ എന്താണ് ഈ കാര്യം മറന്നു പോകുന്നത്? നമ്മൾ സ്പൂണോടെ വിഴുങ്ങാൻ ശ്രമിക്കുക. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മരുന്ന് തുപ്പിക്കളഞ്ഞിട്ട് സ്പൂണ് വിഴുങ്ങാൻ ശ്രമിക്കണവരാണ് കൂടുതലുള്ളത്. എന്താ കാര്യം? മരുന്ന് തുപ്പിക്കളയും. എന്താണോ നമ്മൾ സ്വാംശീകരിക്കേണ്ടത് അത് നമ്മൾ തൊട്ടുപോലും നോക്കില്ല. എന്നിട്ട് സ്പൂണ് വിഴുങ്ങും. എന്നിട്ട് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് തമ്മിൽ തല്ലും. ഇന്ന് നടക്കുന്ന കാര്യം അതാ. ആരാണ് രാമൻ എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ കോദണ്ഡപാണിയായിട്ട് സീതാസമാരോപിതനായിട്ട് ലക്ഷ്മണാഗ്രജനായിട്ടിരിക്കുന്ന ഒരു രൂപമുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കാറേയില്ല. ആരാ രാമൻ? മാരീചൻ പറയുന്ന ഈ വാക്കാണ് രാമൻ. ധർമ്മം രൂപമെടുത്തു കഴിഞ്ഞാൽ അതാണ് രാമൻ. അതുകൊണ്ടാണ് ഭഗവാനെ മര്യാദാ പുരുഷോത്തമൻ എന്ന് വിളിക്കുക. എല്ലാ അവസ്ഥകളിലും ഭഗവാൻ ധർമ്മം വിട്ടിട്ട് യാതൊരു കാര്യവും ആചരിച്ചിട്ടില്ല. എല്ലാം ധർമ്മം മാത്രമാണ്. ഭഗവാന്റെ ജീവിതത്തിൽ ഓരോ സന്ദർഭം എടുത്ത് നോക്കുക. സർവത്ര ധർമ്മത്തെ മാത്രം ആചരിക്കാനാണ് ഭഗവാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് മാരീചൻ രാവണനോട് പറയുന്നത്, ധർമ്മം രൂപം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് രാമൻ എന്നാണ്. ആ ഭഗവാന്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്ക്. ദുഃഖങ്ങളുടെ ഒരു കടലാണ്. സദാ ദുഃഖങ്ങളാണ് ഭഗവാന്റെ ജീവിതത്തിൽ. പുറത്തുനിന്ന് നോക്കുന്ന നമുക്ക് എന്താ കാണാൻ പറ്റുക? സുഖങ്ങൾ കാണാൻ പറ്റുമോ അവിടെ? ഇല്ല. ചെറുപ്പത്തിൽ 16 വയസ്സ് തികയുന്നതിന് മുന്നേ കാട്ടിൽ പോകുന്നുണ്ട് താടകയെ കൊല്ലാൻ വേണ്ടിയിട്ട്. ആ താടകാവധമൊക്കെ കഴിഞ്ഞ് യാഗരക്ഷയൊക്കെ കഴിഞ്ഞ് പരിഗ്രഹണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വീട്ടിലെത്തി കൂടുതൽ സമയം നിൽക്കാൻ പറ്റുന്നുണ്ടോ? ആ സുഖങ്ങളൊക്കെ ആസ്വദിച്ച് യുവരാജാവായിട്ട് അഭിഷേകം നടത്തേണ്ട ആ ദിവസം കാട്ടിലേക്ക് ഇറങ്ങേണ്ടി വന്നു. കാട്ടില് സുഖങ്ങൾ മാത്രമാണോ? ആകപ്പാടെയുള്ളൊരു സുഖം പുറത്തുനിന്ന് നോക്കുന്ന നമുക്ക് അനുജൻ അടുത്തുണ്ട്, ദേവി കൂടെയുണ്ട്. എല്ലാ സുഖ സൗകര്യങ്ങളുടെ ഇടയിൽ നിന്ന് നേരെ കാട്ടിലേക്ക് വിടുക. നമ്മളോട് ആരോടെങ്കിലും പറയുകയാണ്, നാളെ തന്നെ കാട്ടിൽ പോകണട്ടോ, വീടൊക്കെ ഉപേക്ഷിച്ച് സൗഭാഗ്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് അച്ഛനെ അമ്മയൊക്കെ ഉപേക്ഷിച്ച് കാട്ടിൽ പോകണം. പോവുക ആരെങ്കിലും? ഇല്ല. കൈകേയിയുടെ സ്ഥാനത്ത് നമ്മളോടൊരാൾ പറയുകയാണെങ്കിൽ ഭഗവാൻ പ്രതികരിച്ചതുപോലെ നമുക്ക് പ്രതികരിക്കാനേ ആവില്ല. ആദ്യം കൈകേയിയുടെ മുഖത്ത് 5 വിരലിന്റെ പാടുണ്ടാവും, പിന്നെ വർത്താനം. അതാ നമ്മുടെ അവസ്ഥ. അവിടെയും ഭഗവാൻ എന്താണ്? അതിനെയും സന്തോഷത്തോടെ
സ്വീകരിച്ചു എന്നുള്ളതാണ്. ആ കാട്ടില് ദേവിയെ രാവണൻ അപഹരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ ദേവിയെ അന്വേഷിച്ച് ഒരുപാട് ദുഃഖിച്ചു നടന്നു. ഭഗവാന്റെ ദുഃഖം കാണണമെങ്കിൽ വാൽമീകി രാമായണം എടുത്ത് വായിക്കണം. പ്രാകൃതനെ പോലെ കരയുന്ന ശ്രീരാമചന്ദ്രസ്വാമിയെ കാണാം. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അധ്യാത്മരാമായണത്തിലേക്ക് വരുമ്പോൾ ഭഗവാന്റെ ഈശ്വരീയ ഭാവത്തെ കുറച്ചുകൂടി ഒന്ന് മുന്നിട്ട് നിർത്തുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. വാൽമീകി രാമായണം നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനായിട്ട് നിൽക്കുന്ന ഭഗവാനെ കാണാം. സീതാദേവിയുടെ വേർപാടിൽ കരഞ്ഞു തളരണ ഭഗവാനെ കാണാം. കണ്ണീര് കുടിക്കാന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. അക്ഷരാർത്ഥത്തിൽ കണ്ണീര് കുടിക്കണ ഭഗവാനെ കാണാം. ഒക്കെ നേടി വന്ന് ആ ദേവിയെയും നഷ്ടപ്പെടുന്നുണ്ട്, പിന്നെയും അനുജനെ നഷ്ടപ്പെടുന്നുണ്ട്. ആലോചിച്ച് നോക്കുക. ആത്യന്തികമായിട്ടുള്ള സുഖം, നമ്മുടെ കാഴ്ചപ്പാടിലുള്ള സുഖം ഭഗവാന്റെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ കാഴ്ചപ്പാടിൽ എന്താ സുഖം? നല്ല ജോലി, നല്ല വിദ്യാഭ്യാസം, നല്ല സന്താനങ്ങൾ, സന്താനങ്ങളുടെ വിവാഹം, അവരുടെ സന്താനങ്ങളെ കാണുക, പണം, സൗകര്യങ്ങൾ, നല്ല വീട്, കാറ്, ഇതൊക്കെയാണ് നമ്മുടെ സുഖങ്ങൾ. ഈ നൈമിഷികമായിട്ടുള്ള സുഖങ്ങളൊന്നും ഭഗവാൻ എന്ത് ചെയ്തിട്ടില്ല? പൂർണ്ണമായിട്ട് അനുഭവിക്കാനുണ്ടായിട്ടില്ല. ജനിച്ചു വീഴുന്നത് കൊട്ടാരത്തിലാണ്. ചക്രവർത്തിയുടെ മകനായിട്ടാണ് ജനിച്ചു വീഴുന്നത്. ഏറിയ പങ്കും കഴിച്ചു കൂട്ടുന്ന എവിടെയാ? കാട്ടില. ചക്രവർത്തിയുടെ മകനായിട്ട് ജനിച്ചിട്ട് പോലും ഏറിയ പങ്കും കഴിച്ചു കൂട്ടേണ്ടി വരുന്നത് കാട്ടിലാണ് ഭഗവാൻ. അനുജനെ നഷ്ടപ്പെടുന്നുണ്ട്, ദേവിയെ നഷ്ടപ്പെടുന്നുണ്ട്. ഭഗവാന്റെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ കാണാം. പക്ഷേ അവിടെ ഒന്നും ഭഗവാൻ എന്ത് ചെയ്യുന്നില്ല? ധർമ്മത്തെ പരിത്യജിക്കുന്നില്ല. അതാണ് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. ഭഗവാൻ എന്ത് ചെയ്യുന്നില്ല? ധർമ്മത്തെ അവിടെ ഒന്നും പരിത്യജിക്കുന്നില്ല. സദാ ധർമ്മത്തെ മാത്രം ചേർത്ത് പിടിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് ഭഗവാന്റെ ജീവിതം നമുക്ക് തരുന്ന സന്ദേശം. ശ്രീരാമചന്ദ്രസ്വാമിയുടെ ജീവിതം നമുക്ക് തരുന്ന സന്ദേശം എന്താണെന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ധർമ്മത്തെ മുറുകെ പിടിക്കുക. ധർമ്മത്തെ മുറുകെ പിടിക്കുക. ഏതവസ്ഥയിലും സദാ ധർമ്മത്തെ മാത്രം ആചരിച്ചു പോവുക. ആ പാഠം എവിടുന്നാ കിട്ടുന്നത്? ബാല്യകാലത്ത്. പാഠം കിട്ടുന്നത് എവിടെയാ? ബാല്യകാലത്താണ്. ഒരാൾ വരുന്നുണ്ട്. ആരാത്? വിശ്വാമിത്രൻ. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആള്. ആ കുട്ടികളെയാ ചോദിക്കുന്നത്. വാൽമീകി രാമായണത്തിൽ ശ്രീരാമചന്ദ്രസ്വാമിയെ മാത്രമാണ് ചോദിക്കുന്നത്. അധ്യാത്മരാമായണത്തിലേക്ക് വരുമ്പോഴാണ് രണ്ട് കുട്ടികളെയും യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്നതൊക്കെ കാണുക. ചെറിയ കുട്ടികളാണ്. 16 വയസ്സ് തികഞ്ഞിട്ടില്ല. 14 15 വയസ്സ് പ്രായം മാത്രം. ദശരഥന് ആദ്യം ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം സന്താനങ്ങളില്ലാത്ത ദുഃഖം ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ദശരഥനായിരിക്കും. എല്ലാ സുഖങ്ങളുടെയും നടുവിൽ ജനിച്ചു പോന്നിട്ടും എല്ലാ സുഖങ്ങളുടെയും നടുവിൽ ജീവിക്കുമ്പോഴും മക്കളില്ലാത്ത അവസ്ഥ, അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ച് ആ ദുഃഖം കുടിച്ചു വറ്റിച്ച് അവസാനം ഭാഗ്യോദയമായിട്ട് 4 മക്കളെ കിട്ടി. അതിൽ 2 പേര് അടുത്തില്ല. താൻ അമ്മാവന്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. ആ അവസാനം ശേഷിക്കുന്ന 2 പേര്, അതിൽ തന്നെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള രാമൻ, ആ കുട്ടിയെയാണ് കാട്ടിലേക്ക് ചോദിക്കുന്നത്. വിശ്വാമിത്രൻ വന്നിട്ട് ചോദിക്കുക, കാട്ടിൽ പോകണട്ടോ കുട്ടിയെ? എന്തിനാണ്? രാക്ഷസന്മാരോട് യുദ്ധം ചെയ്തിട്ട് യാഗത്തെ രക്ഷിക്കാനാണ്. ആലോചിച്ച് നോക്കുക. ഒന്ന് കാട് കാണിച്ച് തിരിച്ചു കൊണ്ടുവരാന്നല്ല പറയുന്നത്. ചെറിയ കുട്ടികളോട് രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യാനാ പറയുന്നത്. ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും വിടുവോ? മനസ്സിലൊന്ന് ചിന്തിക്കുക. നാളെ നമ്മളെല്ലാവരും വാതിൽ തുറക്കുമ്പോൾ ആരാ ആദ്യം കാണുക? വിശ്വാമിത്രനെ കാണുകയാണെന്ന് വിചാരിക്കുക. അദ്ദേഹം ചോദിക്കുകയാണ് നമ്മളോട്, മക്കളെ വേണോട്ടോ, മോനെ ഒന്ന് വേണോട്ടോ, അല്ലെ മോളാണ് വെച്ചാൽ മോളെ ഒന്ന് വേണോട്ടോ. എന്തിനാ? രാക്ഷസന്മാരോട് യുദ്ധം ചെയ്തിട്ട് എൻ്റെ യാഗം രക്ഷിക്കാൻ വേണ്ടിയിട്ട് മക്കളെ വേണം. കൊടുക്കുവോ നമ്മൾ? മക്കളെയും കൊണ്ട് ഓടണ വഴിക്ക് പുല്ല് പോലും മുളക്കില്ല. ആ ദശരഥന് ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടായിരുന്നു, വസിഷ്ഠൻ. നേരെ കൊടുത്തു കുട്ടികളെ. എന്തിനാ അത് പഠിപ്പിക്കുന്നത്? ഭഗവാന് ഏതെങ്കിലും ഒരു ഉപദേശത്തിന്റെ ആവശ്യമുണ്ടോ? ഗുരുകുല സമ്പ്രദായത്തിന്റെ ആവശ്യമുണ്ടോ? സാക്ഷാൽ നാരായണനാണ്, ഒക്കെ അറിയണ ആളാണ്. പക്ഷെ ഭഗവാൻ പോലും എന്ത് ചെയ്തിട്ടില്ല? ക്രമത്തെ തെറ്റിച്ചിട്ടില്ല. അതാണ് ആദ്യം പഠിക്കേണ്ടത്. ഭഗവാൻ പ്രകൃതിയുടെ നിയമത്തെ ഒരു കടുകണ പോലും എന്ത് ചെയ്യുന്നില്ല? തെറ്റിക്കുന്നില്ല. എല്ലായിടത്തും അത് ആചരിക്കുന്നുണ്ട്.
ഭഗവാന് വേണമെങ്കിൽ പറയാം, ഞാൻ ഭഗവാനാണ്, ഇതൊക്കെ ഉണ്ടാക്കിയ ആളെ ഞാൻ എന്തിനാ അത് അനുസരിക്കുന്നത്? നമ്മളാണെങ്കിൽ അങ്ങനെയല്ലേ, എൻ്റെ വീടാണ് കേട്ടോ, എൻ്റെ നിയമമാണ് കേട്ടോ, ഞാൻ എന്തിനാ അനുസരിക്കുന്നത്? പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തിട്ടില്ല? ക്രമത്തെ തെറ്റിക്കുന്ന ഒരു ഭാഗം പോലും നമ്മൾ കാണില്ല. അതിൽ ആദ്യത്തെ ക്രമം എന്താ? കുട്ടിയായിരിക്കുമ്പോൾ ഉപദേശം കൊടുക്കുക. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് നാമജപം, ഉപാസന എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ അവസാനം കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ റിട്ടയർമെന്റിന് ശേഷമുള്ള സാധനമാണ്. റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് സപ്താഹം, നവാഹം, നാമജപം ഇക്കാര്യങ്ങളൊക്കെ എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാണ് നമ്മൾ. ഏതെങ്കിലും ഒരു സപ്താഹത്തിന് യുവാവായിരിക്കുന്ന ആരെങ്കിലും നമ്മൾ കാണുമോ? ഏറ്റവും കൂടുതൽ ആരെയാണ് ഉണ്ടാവുക? കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർ. സത്യസന്ധമായിട്ടുള്ള കാര്യം കേട്ടോ, വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ ഒരു പൊതുബോധം വന്നുപോയി. ഇതൊക്കെ പ്രായമായപ്പോൾ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ്, റിട്ടയർമെന്റിന് മാത്രം ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു. ജീവിതത്തിന്റെ ബാലപാഠം എപ്പോഴാണ് നമ്മൾ പഠിക്കേണ്ടത്? ബാല്യകാലത്താണ്. അതുകൊണ്ടാണ് ബാലപാഠം എന്ന് പറയുക. അല്ലെങ്കിൽ അത് ബാലപാഠമല്ല, വേറെ എന്തോ പാഠമാണ്. കുട്ടിയായിരിക്കുമ്പോൾ പഠിപ്പിക്കണം. അതുകൊണ്ട് നാമം ജപിക്കുക അല്ലെങ്കിൽ രാമായണം പാരായണം ചെയ്യുക, തലമുറകളിലേക്ക് കൈമാറുക എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ എന്താ? അടുത്ത തലമുറ, കുട്ടികളിലേക്ക് ഇത് കൈമാറുക. ഭഗവാന് നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത തലമുറയ്ക്ക് കൊടുക്കലാണ്. അവർക്കുള്ളിൽ നാമം ജപിക്കാനുള്ള അല്ലെങ്കിൽ രാമായണം പാരായണം ചെയ്യാനുള്ള താല്പര്യമുണ്ടാക്കിയെടുക്കുക. രാമായണത്തിന്റെ തുടക്കത്തിൽ തന്നെ കാണിച്ചു തന്ന കാര്യം അതാണ്. പുത്രകാമേഷ്ടിയൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ കിട്ടി സന്തോഷത്തിൽ ഇരിക്കണ സമയത്താണ് ആ കുട്ടികളെ വലിച്ചു പറിച്ചു കൊണ്ടുപോകുന്നത്. ജീവിതത്തിലെ ഏറ്റവും കഠിനമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ബാല്യകാലത്ത് ആ തയ്യാറെടുപ്പ് കിട്ടാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? പതറിപ്പോകുന്നത്. ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് നേരിടാൻ പറ്റാത്തതിന്റെ കാര്യം എന്താ? ബാല്യകാലത്ത് അതിനുള്ള തയ്യാറെടുപ്പുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ബലയും അതിബലയും നമ്മുടെ കയ്യിലില്ല. രാമായണത്തിൽ 2 മന്ത്രമാണ്. നമ്മളെ തപ്പിക്കൊണ്ട് കിടക്കും. ഇതിനു വേണ്ടിയിട്ട് ആ വിശപ്പും ദാഹം ഉണ്ടാവില്ല. കിട്ടിയ സൗകര്യമായി. ഗ്യാസിന്റെ ചെലവ് കുറച്ച് കുറക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബലയും അതിബലയും? ശരീരത്തെയും മനസ്സിനെയും ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ശരീരത്തെ ശക്തിപ്പെടുത്തുക, അതേപോലെ മനസ്സിനെ ശക്തിപ്പെടുത്തുക. ഇത് രണ്ടും ശക്തമായാൽ മാത്രമേ എന്ത് ചെയ്യൂ? പ്രാണൻ ഭഗവാനിൽ ഉറക്കൂ. വേറെ എന്ത് സർക്കസ് കാണിച്ചിട്ടും കാര്യമില്ല. വലിയ വലിയ സാധനങ്ങളുടെ പിന്നാലെ, വലിയ വലിയ മന്ത്രങ്ങളുടെ പിന്നാലെ നമ്മൾ ഇരിപ്പുറക്കുന്നതിന് മുന്നേ ഓടിയിട്ട് യാതൊരു കാര്യമില്ല. ഇന്ന് വളരെ ഫാൻസി ആയിട്ടുള്ള മന്ത്രങ്ങളുടെ പിന്നാലെയാണ് നമ്മൾ. ലക്ഷങ്ങൾ കൊടുത്താൽ കിട്ടണ മന്ത്രങ്ങൾ, കോടികൾ കൊടുത്താൽ കിട്ടണ മന്ത്രങ്ങൾ. പക്ഷെ ശരീരവും മനസ്സും ശക്താണോ നമ്മൾ ചിന്തിക്കുന്നില്ല. രാമായണ മാസത്തില് നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യത ശരീരത്തെയും മനസ്സിനെയും ശക്തമാക്കിയിട്ട് ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾക്ക് മുന്നേറുക. ഇത് രണ്ടും ശക്താവണം. മനസ്സുറക്കാണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. മനസ്സവിടെ നിൽക്കില്ല. ഏത് കാര്യമാണോ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അവിടെ മനസ്സ് നിൽക്കില്ല. മനസ്സ് നിൽക്കാണ്ട് പിന്നെ നമ്മുടെ കാര്യം എങ്ങനെയാ പൂർത്തിയാവുക? കർമ്മം എങ്ങനെയാ പൂർത്തിയാവുക? ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകൾ പോകണ്ടാവും, എന്തൊക്കെയാ ഉണ്ടാവുക ചിന്ത. ഇതൊരു 8:30 ആകുമ്പോൾ തീർന്നിട്ട് വേണം ഊണ് കഴിക്കണം. വീട്ടിൽ പോയിട്ട് സീരിയലിന്റെ ബാക്കി ഉണ്ടാവും, അത് കാണണം. നാളെ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുണ്ട്. നാളെ ഓഫീസിൽ പോകണം, അവിടെ വഴക്ക് കൂടണം. അങ്ങനെ 100,000 ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ. ഈ ഒരു നിമിഷം, ഈ ഒരൊറ്റ നിമിഷം നമ്മുടെ മനസ്സ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എവിടം വരെ ഓടും? അമേരിക്കയുടെ അങ്ങേ അറ്റം വരെ ഓടിയിട്ട് വേണം തിരിച്ചു വരും, എന്നിട്ട് പിന്നെ ഓടും. അതാണ് മനസ്സിന്റെ ശക്തി. ആ മനസ്സിനെ സ്ഥിരമായിട്ട് ഏത് കാര്യത്തിലാണോ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നത് അവിടെ ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമുക്ക് വേറെ എന്ത് വലിയ വിദ്യ കിട്ടിയിട്ടും കാര്യമില്ല. അത് കയ്യിൽ ഇങ്ങനെ കിടക്കും. അത് പൊക്കാൻ പോലും നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആ 2 കുട്ടികൾക്കും ആദ്യം ബലയും അതിബലയും കൊടുത്തത്. കൊട്ടാരത്തുനിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ കൊടുത്തു ബല അതിബല. ഒന്ന് ശരീരത്തെ ശക്തിപ്പെടുത്തുക, പിന്നെ ഒന്ന് മനസ്സിനെ ശക്തിപ്പെടുത്തുക. മനസ്സിനെ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിനെ
ഒരൊറ്റ ചിന്തയിൽ, ഭഗവാൻ എന്നുള്ള ചിന്തയിൽ കേന്ദ്രീകരിപ്പിക്കുക. എന്തിനാ മനസ്സിന്റെ പ്രത്യേകത എന്താ? കാണുന്ന എല്ലാ കാര്യങ്ങളും, കേൾക്കണ എല്ലാ കാര്യങ്ങളും, രുചിക്കണ എല്ലാ കാര്യങ്ങളും, തൊട്ടറിയണ കാര്യങ്ങളല്ല, അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളുടെ എല്ലാ അനുഭവങ്ങളെയും അത് സ്വീകരിച്ച് ഒരു ബോധത്തെ ഉണ്ടാക്കും. എന്താ ബോധം? ഞാൻ ഈ ശരീരമാണ്. മനസ്സ് 100,000 ചിന്തകളിലേക്ക് ഓടുന്നതിനനുസരിച്ച് ഈ ബോധം ശക്തിപ്പെടും. ഞാൻ ഈ ശരീരമാണ്. അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിനെ എന്ത് ചെയ്യുക? ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്തുക എന്ന് പറയുന്നത്. അതിനാണ് ആചാര്യന്മാര് തുടക്കം തൊട്ടിട്ടേ ഒരു കാര്യം നമ്മളെ പഠിപ്പിച്ചത്, നാമജപം. രാമായണത്തില് സദാ ഓരോ ഭാഗം എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ നാമജപത്തിന്റെ ആചരണം കാണാം. അധ്യാത്മരാമായണം കിളിപ്പാട്ടില് രാമനാമത്തോടെ അല്ലാതെ ഒരു ഭാഗത്തെ നമുക്ക് കാണാൻ പറ്റില്ല. ഓരോ കാണ്ഡം തുടങ്ങുമ്പോഴും രാമനാമം പല ഒരു ആവർത്തിച്ച് നമ്മളെ കൊണ്ട് ജപിപ്പിക്കുന്നുണ്ട്. ഇവിടെ രാമായണം ഒരു ഓർമ്മപ്പെടുത്തലാണ്. വലിയ വലിയ സാധനകളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ മറന്നു പോവാൻ പാടില്ലാത്തൊരു കാര്യം എന്താ? അത് നാമജപം. രാമായണം എന്താണ് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നതെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഉത്തരം നാമജപ സംസ്കാരമാണ്. ഏറ്റവും ആദ്യത്തെ ഉത്തരം നാമജപ സംസ്കാരത്തെ കൈമാറുക എന്നുള്ളതാണ്. കാരണം ഒരു കാണ്ഡം എടുത്ത് മുന്നിൽ വെക്കുമ്പോൾ തന്നെ തുടക്കം തന്നെ രാമ 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 ഈ നാമാണ്, അല്ലെങ്കിൽ നാരായണ 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 ഈ നാമാണ് നമ്മൾ കാണുന്നത്. പല ഊരു നമ്മളെ കൊണ്ട് ആ നാമം ജപിപ്പിക്കുകയാണ്. ഈ നാമജപമാണ് ആധ്യാത്മിക യാത്രയിലുള്ള ആദ്യത്തെ കാൽവെപ്പ്. ഏറ്റവും ആദ്യത്തെ പടി അതാണ്. വീട്ടിലെ സ്റ്റെയർകേഴ്സ് എങ്ങനെയാ നമ്മൾ കയറുക? ഏറ്റവും മുകളിലത്തെ പടിയിലേക്ക് ആദ്യം തന്നെ നമ്മൾ കാല് വെക്കും? ചാടി കയറുമോ? ഏറ്റവും മുകളിലത്തെ പടിയിലേക്ക് കയറുമോ? ഇല്ല. ആദ്യത്തെ പടി കയറി അടുത്തത് കയറി അങ്ങനെ മാത്രം നമ്മൾ കയറുക. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, എന്താ പറയുക? ഇരിക്കണതിന് മുന്നേ കാല നീട്ടരുത്. നീട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ശ്രമിച്ചു നോക്കുക. ഇന്ന് നമ്മൾ അതാ ചെയ്യുന്നത്. നാമജപം ഉറക്കാണ്ട് നമ്മൾ ബാക്കിയുള്ള വലിയ വലിയ പദ്ധതികളുടെ പിന്നാലെ പോകും. ആദ്യം അത് ഉറപ്പിക്കുക. കുട്ടികളെ ആധ്യാത്മിക യാത്രയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് നമ്മൾ നാട് നീളെ ചുറ്റും. ഉപദേശങ്ങൾ പല സ്ഥലത്തുനിന്ന് വാങ്ങും. അത് കേൾപ്പിക്കാൻ കൊണ്ടുപോകും, ആ കഥ കേൾപ്പിക്കാൻ കൊണ്ടുപോകും, ആ ആചാര്യന്റെ കീഴിൽ കൊണ്ടുപോകും, ഈ ആചാര്യന്റെ കീഴിൽ കൊണ്ടുപോകും. പക്ഷെ നമ്മൾ നമ്മുടെ പൂജാമുറി കയറ്റില്ല അവരെ. ആധ്യാത്മിക യാത്ര തുടങ്ങണത് അവിടുന്ന്. കുട്ടികളെ ആധ്യാത്മികമായിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ഒറ്റ കാര്യം ചെയ്താൽ മതി, നാമം ജപിക്കാൻ പഠിപ്പിക്കുക. അതെങ്ങനെയാ പഠിപ്പിക്കുക? നേരത്തെ പറഞ്ഞതുമാതിരി നമ്മൾ ജപിക്കുക. അപ്പോഴും മെല്ലെ ബല വരും, അതിബലയും വരും. മനസ്സവിടെ ഉറക്കും. അങ്ങനെ ഉറക്കാണ്ട് നമ്മൾ എവിടെയൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് ആ 2 കുട്ടികളെയും ആദ്യം ബലയും അതിബലയും പഠിപ്പിച്ചിട്ട് മാത്രം മുന്നോട്ട് പോകുന്നത്. അതിനുശേഷമാണ് താടകയെ വധിക്കുന്നതും യാഗരക്ഷയും ഒക്കെ നമ്മൾ കാണുക. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2 കുട്ടികൾക്കും ആദ്യം കൊടുക്കണ ഉദ്യമം എന്താ? മാരീചനെ സുബാഹുവിനെ കൊല്ലുന്നതോ അല്ലെങ്കിൽ താടകയെ കൊല്ലുന്നതോ ഒന്നുമല്ല അവർക്ക് ആദ്യം കൊടുക്കുന്ന ഉദ്യമം. പിതൃകർമ്മത്തെ രക്ഷിക്കുക, പിതൃയാഗത്തെ രക്ഷിക്കുക, പിതൃക്കൾക്കുള്ള യാഗത്തെ രക്ഷിക്കുക. ഇപ്പോൾ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് എന്താ? പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവുക. എത്ര പേര് കൃത്യമായിട്ട് ബലിയിടണവരുണ്ട്, പിതൃക്കളെ സ്മരിക്കണവരുണ്ട്. ശ്രീരാമചന്ദ്രസ്വാമിക്ക് ആദ്യം കൊടുത്തിട്ടുള്ള ഉദ്യമം എന്ന് പറയുന്നത് പിതൃക്കൾക്ക് വേണ്ടിയിട്ട് വർഷാവർഷം നടത്തുന്ന യാഗത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. വേറൊന്നുമല്ല കൊടുക്കുന്നത്. ആദ്യം കൊടുക്കുന്ന പരിപാടി അതാ. പിതൃക്കളെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു ദിവസമെങ്കിലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റണം. ആദ്യം നമ്മൾ അത് ചെയ്യണം. ആ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യം അതാ. ആലോചിച്ച് നോക്കുക. രാമായണത്തിൽ വളരെ ലളിതമായിട്ട് ഓരോ കഥയിലൂടെ നമുക്കിതൊക്കെ കഥയാട്ടോ. രാവണൻ 10 തല 20 കൈയുള്ള ഒരു സാധനം, ഹനുമാൻ
കടലിന് കുറുകെ പറക്കുന്ന ഒരു കുരങ്ങൻ, ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച്. ഇതൊന്നും കഥയല്ല എന്നുള്ള ബോധ്യം ആദ്യം ഉണ്ടാക്കിയെടുക്കണം. അമർചിത്ര കഥ മാതിരി ഒരു കഥയല്ല രാമായണം. ഇതൊക്കെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളാ. ആ കുട്ടികളെ കൊണ്ട് ആദ്യം ചെയ്യിപ്പിക്കുന്നത് പിതൃക്കളെ ബഹുമാനിക്കാനും അവരെ നമസ്കരിക്കാനും പഠിപ്പിക്കലാണ്. സ്വന്തം പിതൃക്കൾക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യാണ്ട് നമ്മൾ വേറെ എന്ത് കർമ്മങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല. എത്ര വലിയ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ദർശനം നടത്തിയിട്ടും കാര്യമില്ല. ആദ്യം എന്ത് ചെയ്യണം? പിതൃക്കളെ സന്തോഷിപ്പിക്കുക. പിതൃക്കളെ സന്തോഷിപ്പിക്കുക. സ്വന്തം അച്ഛനും അമ്മയ്ക്കും ചോറ് കൊടുക്കാണ്ട്, ഭക്ഷണം കൊടുക്കാണ്ട് നാട്ടുകാർക്ക് മുഴുവൻ അന്നദാനം നടത്തുക, വല്ല കാര്യം ഉണ്ടാവും? വീട്ടിലെ അച്ഛനും അമ്മയും അവിടെ ഭക്ഷണം കഴിക്കാണ്ട് വിശന്ന് അലമുറി ഇടുന്നുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും? നാട്ടുകാർക്ക് മുഴുവൻ സദ്യ കൊടുക്കുക. പുണ്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മളിരിക്കും. കിട്ടുമോ പുണ്യം? ജന്മത്തിൽ കിട്ടില്ല. ആദ്യം എന്ത് ചെയ്യുക? വീട്ടിലുള്ള അച്ഛനും അമ്മയും നോക്കുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അതേമാതിരിയാണ് പിതൃക്കൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യുക. രാമായണം എടുത്തിട്ട് ഈ ഭാഗം പാരായണം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കാൻ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം? പിതൃക്കളെ നോക്കാൻ പഠിപ്പിക്കുക, പിതൃക്കളെ സ്മരിക്കാൻ പഠിപ്പിക്കുക. വേറൊന്നും വേണ്ട, ഒന്ന് സ്മരിച്ചാൽ മതി. ഒന്ന് സ്മരിച്ചാൽ മാത്രം മതി. നന്ദിയോടെ, ബഹുമാനത്തോടെ, സമർപ്പണത്തോടെ ഒന്ന് സ്മരിച്ചാൽ മാത്രം മതി. അത് സർവ്വ ഐശ്വര്യത്തിനും കാരണം. പിതൃക്കളെ സ്മരിച്ച്, പിതൃക്കളെ ബഹുമാനിച്ച് അടുത്ത ഭാഗമാണ് കല്യാണം. കല്യാണം എന്ന് പറഞ്ഞാൽ മംഗളം. മലയാളത്തിലെ കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിലാണെങ്കിലും സംസ്കൃതത്തിലാണെങ്കിലും മംഗളം എന്നാണ് അർത്ഥം. അതിൽ ഏറ്റവും വലിയ മംഗളം എവിടെയാണ് നടക്കുന്നത്? സീതാസ്വയംവരം. അപ്പോൾ ജീവിതത്തിന്റെ ആ ഒരു ക്രമം നമുക്ക് കാണിച്ചു തരികയാണ്. കുട്ടിയായിരിക്കുമ്പോൾ മനസ്സിനെ പാകപ്പെടുത്തുക. അപ്പോഴും മാത്രമേ മനസ്സിനെ പാകപ്പെടുത്താൻ ഏറ്റവും യോജിച്ച സമയം കിട്ടും നമുക്ക്. ചെറിയ കുട്ടികളെ ഏതെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കുക, നമ്മളെക്കാളും ഭംഗിയായിട്ട് അവരത് ആചരിക്കും. പക്ഷെ പഠിപ്പിക്കണ കാര്യം തെറ്റാണെങ്കിൽ കേമായി. അത് കഴിഞ്ഞിട്ടാണ് പിതൃക്കളെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട്, പിതൃക്കളെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുക. ജീവിതത്തിൽ സുഖങ്ങൾ താനെ വരും. നല്ല പാതകൾ നമുക്ക് മുന്നേ തുറന്നു വരും. അതാണ് സീതാസ്വയംവരത്തിൽ നമ്മൾ കാണുക. മംഗളാണ്, മഹാമംഗളം കാണുകയാണ്, പരമാനന്ദത്തെ കാണുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ യഥാർത്ഥത്തിൽ ജീവിതത്തിലേക്ക് കടക്കുന്നത്. ഭഗവാന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? ആ കൊട്ടാരത്തിലുള്ള ജീവിതമല്ല, നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഭഗവാന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ കാട്ടിലെ ജീവിതമാണ്. ആ ജീവിതത്തിലേക്ക് എങ്ങനെയാ കടക്കുന്നത്? പിതൃക്കളെ നമസ്കരിച്ച്, ആചാര്യനെ നമസ്കരിച്ച്, മാതാപിതാക്കളെ നമസ്കരിച്ച്, നമസ്കരിക്കാനുള്ള സംസ്കാരം ഉണ്ടാക്കി കൊടുക്കുക. രാമായണം അടുത്ത നമ്മളെ പഠിപ്പിക്കുന്നത് നമസ്കരിക്കാനുള്ള സംസ്കാരം ഉണ്ടാക്കി കൊടുക്കുക. നമുക്കിന്ന് അറിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമസ്കരിക്കാൻ അറിഞ്ഞൂടാ. ഭഗവാന്റെ മുന്നിലാണെങ്കിലും, മാതാപിതാക്കളുടെ മുന്നിലാണെങ്കിലും, ആചാര്യന്റെ മുന്നിലാണെങ്കിലും നമുക്ക് എന്തറിഞ്ഞൂടാ? നമസ്കരിക്കാൻ അറിഞ്ഞൂടാ. സമർപ്പണത്തോടെ നമസ്കരിക്കാൻ പഠിപ്പിക്കുക. നമ്മുടെ നമസ്കാരം എങ്ങനെയാ? ഞാൻ നമസ്കരിക്കേണ്ടത് നാട്ടുകാർ കാണോട്ടോ, ഇതാ നമ്മുടെ നമസ്കാരം. മറ്റുള്ളവരെ കാണിക്കാനല്ല, പരിപൂർണ സമർപ്പണത്തോടെ നമസ്കരിക്കാൻ പഠിപ്പിക്കുക. ഭഗവാൻ എവിടെയും എന്ത് ചെയ്തിട്ടില്ല? തൻ്റെ മുതിർന്നവരെ, തന്നെക്കാളും പ്രായമുള്ളവരെ, തൻ്റെ ആചാര്യന്മാരെ, മാതാപിതാക്കളെ നമസ്കരിക്കാണ്ടിരുന്നിട്ടില്ല. ക്രുദ്ധനായിട്ട് ഭാർഗവരാമൻ എതിരെ നിൽക്കണ സമയത്ത് പോലും നമസ്കരിച്ച് ബഹുമാനത്തോടെയാണ് സംസാരിക്കുന്നത്. തൻ്റെ എതിരെ നിൽക്കുക. ആലോചിച്ച് നോക്കുക, മനോഹരമായിട്ടുള്ള സംസ്കാരം. തൻ്റെ എതിരെ നിൽക്കുകയാണ്. നീ അത്രക്ക് വലിയ വില്ലാളിയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ചാപുണ്ട്, കൊലച്ചു കാണിച്ചു തരൂ എന്ന് പറഞ്ഞിട്ട് ഒരാൾ മുന്നേ നിൽക്കുകയാണ്. ആരടാ ഇവനെന്ന് നമ്മൾ തിരിച്ചു ചോദിക്കും. നമ്മൾ അങ്ങനത്തെ ആൾക്കാരാണ്. അവിടെ ഭഗവാൻ എന്താ ചെയ്യുന്നത്? നമസ്കരിച്ചു, ബഹുമാനത്തോടെ പെരുമാറി. അങ്ങനെ നമസ്കരിക്കാനുള്ള പാഠം ഉണ്ടാക്കി കൊടുക്കുക. ആദ്യം മാതാപിതാക്കളെ നമസ്കരിക്കാൻ പഠിപ്പിക്കുക. അതിനെന്ത് വേണം? മാതാപിതാക്കള് അവരുടെ മാതാപിതാക്കളെ ആദ്യം നമസ്കരിക്കുക. വേറൊന്നും വേണ്ട. എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം 6 മണിക്ക് മോനെ അല്ലെ മോളെ അച്ഛനെ നമസ്കരിക്കൂ, അമ്മയെ നമസ്കരിക്കൂ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയല്ല വേണ്ടത്. ട്യൂഷൻ ക്ലാസ് എടുത്ത് കൊടുക്കുകയല്ല വേണ്ടത്. അവരെന്ത് ചെയ്യുക? അവരുടെ അച്ഛനെയും അമ്മയും നമസ്കരിക്കുക, ചെയ്ത് കാണിച്ചു കൊടുക്കുക. പിന്നെ ആലോചിച്ച് നോക്കിയാൽ നമ്മള്
ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എവിടെയാണ്? സ്വന്തം അച്ഛനെയും അമ്മയും വൃദ്ധസദനത്തിലാക്കിയിട്ടായിരിക്കും ഈ കാര്യങ്ങൾ സ്വന്തം മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടാവുക. കുട്ടി എന്താ കാണുന്നത്? അച്ഛനെയും അമ്മയും വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയിട്ടുള്ള തൻ്റെ മാതാപിതാക്കളെയാണ്. മുത്തശ്ശനെയും മുത്തശ്ശിയും വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയിട്ട് ആണ്ടിനും സംക്രാന്തിക്കും അവരെ കാണാൻ പോകുന്ന മാതാപിതാക്കളെ കണ്ട് വളരുന്ന കുട്ടിയാത്. നിങ്ങൾ ഏത് ആചാര്യന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അത്ര നല്ല കാര്യം പഠിപ്പിച്ചു കൊടുത്താലും ജന്മത്തിൽ നമസ്കരിക്കാൻ പോണില്ല. തോന്നുന്നുണ്ടോ നമുക്ക്? അങ്ങനെ ഒരു ആത്മവിശ്വാസം ആർക്കെങ്കിലും ഉള്ളിലുണ്ടോ? ഞാൻ എൻ്റെ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കിയിട്ട് എൻ്റെ സന്താനങ്ങൾക്ക് എന്നെ നമസ്കരിക്കാൻ പഠിപ്പിച്ചു കൊടുത്താൽ അവരെന്നെ നമസ്കരിക്കുന്ന ഒരു ആത്മവിശ്വാസം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്, സംശയമില്ല. ആചരിച്ച് പഠിപ്പിക്കുക. ഭഗവാൻ അതാ കാണിച്ചു തരുന്നത്. ഭഗവാന് വേണമെങ്കിൽ സിംഹാസനത്തിൽ ഇരുന്നിട്ട് ഇതൊക്കെ പറയാം, ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം. ചെയ്തോ? ഇല്ല. കാട്ടിലേക്ക് ഇറങ്ങി, ജീവിതത്തിലേക്ക് ഇറങ്ങി പഠിപ്പിച്ചു തന്ന ആളാണ്. അതുകൊണ്ടാണ് അവതാരം എന്നുള്ള വാക്ക്. രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരികയാണ്. ഭഗവാന് ഒരുപാട് ഉപദേശങ്ങൾ തന്നിട്ട് വേണമെങ്കിൽ നമ്മളെ മുന്നോട്ട് നയിക്കായിരുന്നു. അതൊന്നും ചെയ്തിട്ടില്ല. ആചരിച്ച് പഠിപ്പിക്കുക ചെയ്തത്. ഭാരതീയ സംസ്കാരത്തിന്റെ രസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ആചരിച്ച് പഠിപ്പിക്കുക. നമ്മൾ ആചരിക്കാത്ത ഒരു കാര്യവും പഠിപ്പിക്കാൻ നിൽക്കാണ്ടിരിക്കുക. നാമം ജപിക്കാൻ പറയുമ്പോൾ നമ്മൾ നാമം ജപിക്കുക. പാരായണം ചെയ്യാൻ പറയുണ്ടെങ്കിൽ നമ്മൾ പാരായണം ചെയ്യുക. നമസ്കരിക്കാൻ പറയുമ്പോൾ നമ്മൾ നമസ്കരിക്കുക. നമ്മൾ എന്ത് ചെയ്യാണ്ടിരിക്കുക? നമ്മളെ കബളിപ്പിക്കാണ്ടിരിക്കുക. നാട്ടുകാരെ പറ്റിച്ചാലും അവനവനെ പറ്റിക്കരുതെന്ന് പറയും. നാട്ടുകാരെ പറ്റിച്ചോളൂ, അവനവനെ പറ്റിക്കരുതെന്ന് പറയും. തീർച്ചയായിട്ടും നാട്ടുകാരെ പറ്റിക്കാൻ നിൽക്കരുത് കേട്ടോ. ഇന്ന് പ്രഭാഷണത്തിൽ കേട്ടിട്ടുണ്ട്, നാട്ടുകാരെ പറ്റിക്കണതിന് കുഴപ്പമില്ല, അതുകൊണ്ട് നാളെ തൊട്ട് പറ്റിക്കാൻ നടക്കാം. അങ്ങനെയല്ല. നമ്മൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ എങ്ങനെയാ നടത്തുക? ആവശ്യം പറയാനും ദുഃഖം പറയാനും വേണ്ടി മാത്രം വരുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറി. ഭഗവാനെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും സ്നേഹിക്കണ്ട്. ആരെങ്കിലും ഇല്ലാന്ന് പറയൂ? സ്നേഹിക്കണ്ട്. ഏറ്റവും വലിയ ആത്മവഞ്ചന അതാണെന്ന് ഞാൻ പറയും. ഏറ്റവും വലിയ ആത്മവഞ്ചന എന്താണ്? അതാണ്. ഭഗവാനെ സ്നേഹിക്കണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ആത്മവഞ്ചന. കാരണം എന്താ? ആവശ്യം പറയാനും ദുഃഖം പറയാനും അല്ലാണ്ട് ആ പടി നമ്മൾ കയറാറില്ല. ATM പോണ മാതിരിയാ. ATM എന്തിനാ പോവുക? ഇന്നലെ വരെ കണ്ടിട്ടില്ല, ഒന്ന് കണ്ടിട്ട് വരാട്ടോ എന്ന് വിചാരിച്ച ആരെങ്കിലും പോവോ? കുറേ ദിവസമായി കണ്ടിട്ടോ, ഒന്ന് കണ്ടിട്ട് വരാം. ആരെങ്കിലും ATM അങ്ങനെ പോവില്ല. പൈസ എടുക്കാൻ വേണ്ടി മാത്രമേ പോകൂ. കയ്യിൽ പൈസ വേണം, എന്നാലേ പോവും. അത് വേറെ കാര്യം. ATM കാർഡ് അവിടെ ഇട്ട് പിന്നടിച്ച് പൈസ വരുന്നത് വരെ നമ്മുടെ മനസ്സിലൊരു പടപ്പുണ്ട്. അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്ന് അറിയാം, എത്ര രൂപയാണ് എടുക്കാൻ പോണേന്നറിയാം, എന്നാലും മനസ്സിലൊരു പടപ്പുണ്ടാവും. ആ പൈസ കയ്യിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ നിൽക്കുമോ? ചിലപ്പോൾ കാർഡ് പോലും എടുക്കാൻ മറന്നു പോകും. ഒറ്റ ഓട്ടാണ്. ഭഗവാന്റെ അടുത്ത് നമ്മൾ ഈ പരിപാടിയല്ലേ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ചാൽ മതി. ആവശ്യം പറയാൻ വരും, ദുഃഖം പറയാൻ വരും. ആവശ്യം പറഞ്ഞ് ദുഃഖം പറഞ്ഞ പിന്നെ ഒരു ഓട്ടാണ്. അവിടെ നമ്മൾ അരക്ഷണം പോലും നിൽക്കില്ല. ഭഗവാനൊന്നും നമ്മൾ കാണുക പോലുമില്ല. കൺകുളിർക്ക നമ്മൾ ആ രൂപം കാണുന്നുണ്ടോ? അതുപോലും നമ്മൾ ചെയ്യുന്നുണ്ടോ? പലപ്പോഴും പറയും കണ്ണടച്ച് ആ ഭഗവാനെ ആത്മസാക്ഷാത്കാരം നടത്തുക ഒക്കെ നല്ല കാര്യം തന്നെ. ആദ്യം കണ്ണിൽ ഉറപ്പിക്കണ്ടേ? ആദ്യം നമ്മൾ ആ നയനങ്ങൾക്ക് ഭഗവാനെ കൊടുക്കണ്ടേ? അത് കഴിഞ്ഞിട്ടല്ലേ കണ്ണടച്ച് ഉറപ്പിക്കുക എന്നുള്ള കാര്യം. കൺകുളിർക്ക ആദ്യം കാണുക. ആ ഭഗവാന്റെ സ്വരൂപത്തെ മനസ്സിലും കണ്ണിലും പൂർണ്ണമായിട്ട് ഉറപ്പിക്കുക. നമ്മളത് ചെയ്യുന്നുണ്ടോ? ക്ഷേത്രത്തിൽ വരും, അപ്പ കണ്ണടക്കും. എന്നിട്ട് എന്താ പരിപാടി? ഓൾറെഡി ബൈഹാർട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് വേണം, ഇത് വേണം, ദുഃഖമുണ്ട് ഭഗവാനെ, ആ ദുഃഖമുണ്ട്, ഈ ദുഃഖമുണ്ട്, സന്താനങ്ങളില്ല, നല്ല സന്താനങ്ങളില്ല, ഉള്ളതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല, മക്കളുടെ വിവാഹമായിട്ടില്ല, ജോലിയായിട്ടില്ല, വിദ്യാഭ്യാസമായിട്ടില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടേപ്പ് റെക്കോർഡറായിട്ട് നമുക്കുള്ളിൽ ഉണ്ട്. അത് നമ്മൾ കണ്ണടച്ച് ഭഗവാനോടങ്ങ് പറയും. പറഞ്ഞു തീർന്ന നിമിഷം നമ്മൾ ഓടും.
പുറത്തേക്ക്. പറയണതിനൊക്കെ മുന്നേ ആദ്യം ഒന്ന് കണ്ണ് തുറന്ന് കാണുക, അപാത ചൂടം ഒന്ന് കാണുക. നേരത്തെ പറഞ്ഞൊരാളുണ്ട്, മനസ്സ് എല്ലാ അനുഭവങ്ങളെയും സ്വീകരിച്ച് ഞാൻ ഈ ശരീരാണ് എന്ന് പറഞ്ഞിരുന്ന ആള്. അയാൾക്ക് ആരെ കൊടുക്കുക? കണ്ണിലൂടെ ഭഗവാനെ കൊടുക്കുക, ഭഗവാനെ കഴിപ്പിക്കുക. യഥാർത്ഥ വാക്കതാണ്. ഭഗവാൻ എന്ത് ചെയ്യുക? മനസ്സിനെ കൊണ്ട് കഴിപ്പിക്കുക, ഭഗവാനെ രുചിപ്പിക്കുക. അതെവിടെയാ നമുക്ക് നടക്കുക? മഹാക്ഷേത്രങ്ങളിൽ പോയിട്ട് അങ്ങനെ കണ്ണ് തുറന്നിരുന്ന് കാണണമെന്ന് വിചാരിച്ചാൽ നമുക്ക് നടക്കില്ല. ഒരു അരക്ഷണം കാണാൻ കിട്ടിയാ കിട്ടി. ആദ്യം എവിടുന്ന് തുടങ്ങുക? സ്വന്തം നാട്ടിലെ അമ്പലത്തിൽ നിന്ന് തുടങ്ങുക, ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങുക. വീട്ടിനടുത്തുള്ള അമ്പലത്തിൽ കണ്ണ് തുറന്ന് കാണുക. എത്ര സമയം കാണാൻ പറ്റുമോ അത്ര സമയം കാണുക. അങ്ങനെ കണ്ട് 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 രുചിച്ച് 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 അവസാനം രസം പോവണത് മാതിരി ആ രൂപത്തെ നമ്മൾ കൈവിടും. ആ ആനന്ദത്തിന്റെ തലത്തിലെത്തുമ്പോൾ എന്ത് ചെയ്യും? ആ രസം പോണത് മാതിരി നമ്മൾ മെല്ലെ കൈവിടും. ആ വിടലാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ആദ്യമേ കണ്ണടച്ച് കിട്ടിയിട്ടോ, മനസ്സ് കിട്ടി, മനസ്സ് കിട്ടി, ഇവിടെ കിട്ടി. കണ്ണിൽ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അവിടെ ആവശ്യം പറയാം, ദുഃഖം പറയാം. പക്ഷെ ആ ആവശ്യത്തെയും ദുഃഖത്തെയും ഒക്കെ ഭഗവാന് കൊടുക്കുന്നുണ്ടോ നമ്മൾ ചിന്തിക്കുക. പുഷ്പാഞ്ജലി കൊടുക്കണ്ടോ? നമ്മൾ പുഷ്പാഞ്ജലി കൊടുക്കണില്ല, റെസീപ്റ്റേ കൊടുക്കണുള്ളൂ. ആ മനസ്സിനെ കൊടുക്കാണ്ട് എങ്ങനെയാ നമ്മൾ പുഷ്പാഞ്ജലി ഭഗവാന് കൊടുക്കേണ്ടതെന്ന് പറയാ? റെസീപ്റ്റ് കൊടുക്കണ്ട, കേമായിട്ട് കൊടുക്കണ്ട. ആ ആവശ്യത്തെ നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ദുഃഖത്തെ നമ്മൾ കൊടുക്കണ്ടോ ഭഗവാന്? ഇല്ല, അതും നമ്മൾ കൊടുക്കുന്നില്ല. ഒക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് നടത്തി തരണോട്ടോ ഭഗവാനെ, നടത്തി തരണോട്ടോ, ഇത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതിനെയും ഭഗവാന് കൊടുക്കുക. അത് നടന്നു കഴിഞ്ഞാൽ അതിന്റെ സന്തോഷത്തെയും ഭഗവാന് കൊടുക്കുക. നടന്നു കഴിഞ്ഞാൽ ആ സന്തോഷത്തെയും ഭഗവാന് കൊടുക്കുക. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് വരിക, ഭഗവാനെ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഇന്ന കാര്യം നടന്നിട്ടുണ്ട് കേട്ടോ, സന്തോഷമായി, ആ സന്തോഷത്തെയും ഞാൻ നിനക്ക് തരുന്നു. ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല, ആ ദുഃഖത്തെയും കൊടുക്കുക. അവിടെ ഞങ്ങളുടെ നാട്ടിലൊരു പ്രയോഗമുണ്ട്, കണ്ണ് തട്ടേണ്ടത് എവിടെ തട്ടിയിട്ട് പോയി എന്ന് പറയും? പിരികത്ത് തട്ടിയിട്ട് പോയി എന്ന് പറയും. ചില കാര്യങ്ങൾ നടക്കാണ്ടിരിക്കണത് അതേമാതിരിയാണ്. ചിലപ്പോൾ നടക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കണ്ണ് തട്ടേണ്ടത് എന്ത് ചെയ്യും? പിരികത്ത് തട്ടിയിട്ട് മെല്ലെ അങ്ങ് പോകും. അതേമാതിരി ആ ദുഃഖത്തെയും എന്ത് ചെയ്യുക? നടക്കാണ്ടിരിക്കുമ്പോഴും മനസ്സിന് ദുഃഖം ഉണ്ടാവും. നമ്മൾ ആരും പരമപദത്തെ സാക്ഷാത്കരിച്ചിട്ടുള്ള യോഗികളൊന്നുമല്ല, ദുഃഖം ഉണ്ടാവും. ആ ദുഃഖത്തെയും എന്ത് ചെയ്യുക? കൊടുക്കുക. ദുഃഖമായി ഭഗവാന്റെ അടുത്ത് വരിക, ഭഗവാൻ ആ ദുഃഖവും ഞാൻ നിനക്ക് തരികയാണ്. അങ്ങനെ കൊടുത്ത് 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 അവസാനം തന്നെ കൊടുക്കുന്ന ഒരു നിമിഷം വരും. അതിൻ്റെ പേരാണ് സമർപ്പണം. അതിൻ്റെ പേരാണെന്ത്? ആത്മസമർപ്പണം. അങ്ങനെ ആത്മസമർപ്പണം ചെയ്യാൻ പാകപ്പെട്ടവരാക്കുക എന്നുള്ളതാണ് നാമജപത്തിന്റെയും ഉപാസനയുടെ ഒക്കെ ലക്ഷ്യം. ഒന്നുമല്ല. കടലിന് കുറുകെ പാലം കെട്ടാനോ വെള്ളത്തിന് മുകളിൽ നടക്കാനോ പറക്കാനോ ഒന്നുമല്ല എന്ത് ഈ ആധ്യാത്മികത. അങ്ങനെ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ മാറ്റുക. ആ ഭഗവാന്റെ രൂപത്തെ രുചിച്ച് 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 അവസാനം ആ രസം കൈവിടുന്നത് മാതിരി രൂപത്തെയും നാമത്തെയും കൈവിട്ട് തന്നെ ഭഗവാന് കൊടുത്ത് ഭഗവാനായി മാറാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രാപ്തരാക്കുകയാണെന്ത് ഉപാസനയുടെ ലക്ഷ്യം. ഇല്ലാണ്ട് ഇവിടുന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ അമേരിക്കക്ക് പോയിരിക്കുക, വെള്ളത്തിന് മുകളിൽ നടക്കുക, ഭാരം ഇല്ലാണ്ടാവുക, അതൊക്കെ സിദ്ധികൾ. അതൊന്നും അല്ല ആധ്യാത്മികതയുടെ ലക്ഷ്യം. സമർപ്പിക്കുക, പരിപൂർണമായിട്ട് സമർപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കലാണ്. ആ ശ്രമത്തിന്റെ ആദ്യ പാഠമാണ് ശ്രീരാമചന്ദ്രസ്വാമി നമുക്ക് പറഞ്ഞു തരുന്നത്. പിതൃക്കളെ നമസ്കരിക്കുക, ഗുരുനാഥന്മാരെ നമസ്കരിക്കുക. ഞാൻ എന്നുള്ള ഭാവം ഇല്ലാണ്ട് നമസ്കരിക്കാൻ നമുക്ക് പറ്റണം. ആ ഭാവം ഇല്ലാണ്ടാവുമ്പോഴാണ് എന്തുണ്ടാവുക? സമർപ്പണം ഉണ്ടാവുക. ആ ഭാവം ഉള്ളിൽ വെച്ചുകൊണ്ട് നമുക്ക് ഭഗവാനെ പോലും നമസ്കരിക്കാൻ പറ്റില്ല. ആ ഭാവം വെച്ചിട്ട് നമുക്ക് ഭഗവാനെ പോലും നമസ്കരിക്കാൻ പറ്റില്ല. അവിടെ ഒക്കെ ആര് മുഴച്ചു നിൽക്കും? ഞാൻ 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 എന്നുള്ള ആൾ മുഴച്ചു നിൽക്കും. ആരാ ഈ ഞാൻ? ശരീരമാണ്. പ്രാണനെയല്ല നമ്മൾ ആ സമയത്ത് ചിന്തിക്കുന്നത്. ഈ ശരീരത്തെ ആ സമയത്ത് നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ബോധം അവിടെ മുഴച്ചു നിൽക്കും. അതുകൊണ്ടാണ് രാമായണത്തിൽ തുടക്കത്തിൽ പഠിപ്പിക്കുന്നത് നമസ്കരിക്കുക.
അതുകൊണ്ടാണ് മുതിർന്നവരുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുക എന്നുള്ള രീതി എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ എന്നുള്ള ഭാവത്തെ കുറക്കാനാണ്. പ്രായമായവരുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ എന്നുള്ള ഭാവത്തെ അവിടെ ഇല്ലായ്മ ചെയ്യാനാണ്. അത് ശ്രീരാമചന്ദ്ര സ്വാമി നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പൊ കുട്ടിക്ക് രാമായണത്തിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. കഥ മാത്രം പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? അവന്റെ അമർചിത്ര കഥയിലെ പുസ്തകത്തിലുള്ള കഥകൾ മാതിരി ആ കുട്ടി അതിനെ എടുക്കും. അല്ലെങ്കിൽ അവളുടെ അമർചിത്ര കഥകൾ മാതിരി രാമായണത്തെ എടുക്കും. അങ്ങനെ എടുത്താൽ ഏറ്റവും വലിയ സങ്കടം എന്താ? 10 തലയും 20 കൈയുള്ള രാവണൻ ആരാണ് എന്നൊരു ചോദ്യം അവനോട് ആരെങ്കിലും ഒരാൾ ചോദിച്ചാൽ ഉത്തരം ഉണ്ടാവില്ല. അപ്പം എല്ലാ സംസ്കാരത്തിൽ നിന്ന് അകന്നു പോകും. എന്തുകൊണ്ടാണ് സംസ്കാരത്തിൽ നിന്ന് അകന്നു പോകുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ. എന്താണോ നമ്മൾ അറിയേണ്ടത് അത് അറിഞ്ഞിട്ടില്ല. ആ രാവണൻ നമ്മുടെ ഉള്ളിലുള്ള ആളാണ് നമുക്ക് ബോധ്യം വേണം. നമ്മുടെ ആസുരിക ചിന്തകളാണെന്നുള്ള ബോധ്യം വേണം. അല്ലാണ്ട് നാളെ മുതൽ നമ്മൾ എഴുന്നേറ്റിട്ട് 10 തലയും 20 കൈയുള്ള സാധനത്തെ കണ്ടുപിടിച്ചിട്ടേ അടങ്ങുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂ? നാളെ രാവിലെ എഴുന്നേറ്റിട്ട് രാമായണമൊക്കെ വായിച്ച് ഗംഭീരമായിട്ട് മനസ്സിലൊരു തീരുമാനം എടുക്കുകയാണ്, രാവണനെ കണ്ടുപിടിച്ചിട്ട് ഇനി ഉറക്കുള്ളൂ. ജന്മത്തിൽ ഉറങ്ങുമോ നമ്മൾ? 10 തലയും 20 കൈയുള്ള ആളെ തപ്പിയിട്ട് നടക്കുക, കിട്ടുമോ? രാമനും രാവണനും ഒക്കെ നമ്മുടെ ഉള്ളിലാണെന്നുള്ള ബോധ്യം നമുക്ക് ആദ്യം വേണം. ഇപ്പൊ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ, ചരിതം പറഞ്ഞു കൊടുക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക? തലമുറയിലേക്കുള്ള കൈമാറ്റം എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്: ഇതൊക്കെ നമ്മുടെ ഉള്ളിലാണ്. കിഷ്കിന്ധ നമ്മുടെ ഉള്ളിലാണ്, രാമൻ നമ്മുടെ ഉള്ളിലാണ്, സീത നമ്മുടെ ഉള്ളിലാണ്, ലക്ഷ്മണൻ നമ്മുടെ ഉള്ളിലാണ്, ശത്രുഘ്നൻ നമ്മുടെ ഉള്ളിലാണ്, ഭരതൻ നമ്മുടെ ഉള്ളിലാണ്, രാവണൻ നമ്മുടെ ഉള്ളിലാണ്. അതും നമ്മുടെ ഉള്ളിലുണ്ട്. നല്ലത് മാത്രം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അതും നമ്മുടെ ഉള്ളിലുണ്ട്. രാവണനെ മാതിരിയുള്ള ആൾക്കാർ നമ്മുടെ ഉള്ളിലുണ്ട്. ശൂർപ്പണഖ നമ്മുടെ ഉള്ളിലുണ്ട്. ബാലി നമ്മുടെ ഉള്ളിലുണ്ട്. ഖരനും ദൂഷണനും തൃശിരാവും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. കുംഭകർണൻ നമ്മുടെ ഉള്ളിലുണ്ട്. ഇതൊക്കെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ ആദ്യം പറയണം ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നടക്കുകയാണ്. രാമരാവണ യുദ്ധം ഏതോ കാലത്ത് രാമനും രാവണനും 2 പേര് തമ്മിൽ നടന്ന് അവസാനിച്ചിട്ടുള്ള യുദ്ധമല്ല. ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നടക്കുന്നുണ്ട്, ഈ നിമിഷം നടക്കുന്നുണ്ട്. ഈ ഒരൊറ്റ നിമിഷം നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? രാമരാവണ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ആ ബോധ്യമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്തുണ്ടാവും? അവിടെ പരമാനന്ദത്തെ സ്വാംശീകരിക്കാനുള്ള വഴിയാണ് നമ്മൾ കൊടുക്കുന്നത്. വഴി തുറന്നു കൊടുക്കുകയാണ്. നാമത്തെയോ നമ്മൾ ആചരിക്കുന്ന രീതിയോ മാത്രം കൊടുക്കുക എന്നുള്ള രീതിയാണ് ആദ്യം നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. ഞാനൊരു മന്ത്രം സ്വീകരിച്ചിട്ടുണ്ട്, ഞാനൊരു നാമം സ്വീകരിച്ചിട്ടുണ്ട്, അത് തന്നെ നീ ആചരിക്കണം എന്ന് ആ കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ അപരാധം വേറൊന്നുമില്ല. ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത, നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ ഒരു കുപ്പായം ഉണ്ടാവും. ആ കുപ്പായം നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കുക. ഇത് നിനക്ക് പാകാവും എന്ന് പറഞ്ഞ് കൊടുക്കുക. എന്റെ അളവിന് ഞാൻ അടിച്ചിട്ടുള്ള കുപ്പായം നാട്ടുകാർക്ക് മുഴുവൻ പാകാവൂ? ഇനി നടക്കുന്നത് അതാണ്. വരുന്ന ആളുടെ അഭിരുചിയോ അല്ലെ വരുന്ന ആളുടെ വാസനകളോ ഒന്നും ചിന്തിക്കാണ്ട് ഞാൻ എൻ്റെ കുപ്പായം എടുത്ത് കൊടുക്കുന്നു. വേറെ വഴിയില്ലാണ്ട് അവൻ അത് ഇടുക. ഇട്ടിട്ട് എന്താ പറയുക? കേമായിട്ടുണ്ട് കേട്ടോ. തല പോലും കയറുണ്ടാവില്ല. എന്നിട്ട് പറയും കേമാവുണ്ട്. വേണേ 2 പേർക്ക് കയറിയിരിക്കാം, എന്നാലും പറയും എനിക്ക് പാകത്തിനാണ്, ദേഹത്തിട്ട് തയ്പ്പിച്ച പോലെ ഉണ്ട് കേട്ടോ. എന്താ അവസ്ഥ? നമ്മളെ അറിയുന്നില്ല. രാമായണം ആദ്യം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളെ അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് യോഗ്യതയുണ്ടോ, അല്ലെ നമ്മുടെ അവസ്ഥ എന്താണ്, നമ്മൾ ആരാണ് എന്നറിയുക. അതിനു വേണ്ടിയിട്ടാണ് രാമായണം പാരായണം ചെയ്യുന്നത്. സ്വത്തോ പണം ഉണ്ടാവാനല്ല. അതൊക്കെ അതിൻ്റെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ മാത്രമാണ്. അതിനു വേണ്ടിയിട്ട് ജപിച്ചു കഴിഞ്ഞാൽ, അതിനു വേണ്ടിയിട്ട് പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളിൽ മാത്രം കുടുങ്ങിയിരിക്കും. രാമനെ നമുക്ക് കിട്ടില്ല. അപ്പൊ ഒരു മന്ധര വന്നിട്ട് മെല്ലെ ജീവിതത്തിലൊരു പ്രലോഭനം, ഒരു പ്രശ്നം, നമ്മൾ പോലും അനുഭവിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയില്ലാത്തൊരു പ്രശ്നത്തെ ഊതിപ്പെരുപ്പിച്ച് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൽ വീഴും. മന്ധര വന്നിട്ട് പറയുന്ന വാക്കിൽ നമ്മൾ വീഴും. അതാണ് കൈകേയിക്ക് സംഭവിച്ചത്. ഒന്നുമല്ല. കൈകേയിക്ക് എന്താ സംഭവിച്ചത്? മനസ്സ് അവിടെ ഉറച്ചിട്ടില്ല.
അത്രയും കാലം സദാ രാമനെ കണ്ടുകൊണ്ട് രാമ 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 എന്ന് വിളിച്ച് നടന്നിട്ടുണ്ട്. അധ്യാത്മരാമായണത്തില് മന്ധര പറയുന്ന ആ ഒരു സമയത്ത് കൈകേയി തന്റെ പാദസരം ഊരി കൊടുത്തു എന്നാ. ആലോചിച്ച് നോക്ക്. രാമൻ അഭിഷേകം എന്ന് പറയുന്ന സമയത്ത് പാദസരം ഊരിക്കൊടുത്ത ആള് അവനെ കാട്ടിലയക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അരക്ഷണം വേണ്ടി വന്നിട്ടില്ല. അങ്ങനെ മാറ്റി പറയാൻ, വാക്ക് മാറ്റി പറയാൻ അരക്ഷണം വേണ്ടി വന്നിട്ടില്ല. മന്ധരയുടെ വാക്കിന് അടിമപ്പെട്ടു. ജീവിതത്തില് അങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാകും. രാമായണം ഓരോരുത്തരുടെയും ജീവിതമാണ്. 100 പേര് രാമായണം വായിക്കുന്നുണ്ടെങ്കിൽ 100 പേർക്കും 100 തരത്തിലാണ് രാമായണം. എൻ്റെ രാമായണമല്ല നിങ്ങളുടേത്, നിങ്ങളുടെ രാമായണമല്ല മറ്റൊരാളുടേത്, അയാളുടെ രാമായണമല്ല വേറൊരാളുടേത്. 100 പേരുണ്ടെങ്കിൽ 100 രാമനുണ്ടാവും. നമ്മുടെ ജീവിതം അതിൽ കാണും. മനസ്സ് ശക്തിപ്പെട്ടിട്ടില്ലെങ്കിൽ അവിടെ മന്ധരമാരും എല്ലാം വളർന്നുകൊണ്ടിരിക്കും. ആ മന്ധര പറയുമ്പോൾ നമ്മൾ അതിൽ വീണുപോകും. ശരിയാണ് കേട്ടോ, അവള് പറയണത് ശരിയാണ് എന്ന് ചിന്തിച്ചു പോകും. അതിൽ വീണു. ആ മനസ്സിൽ രാമൻ ഉണ്ടെങ്കിൽ എന്താ ഗുണം? അതിന്റെ വേറൊരു ഗുണം നമുക്കവിടെ കാണാം. മനസ്സിൽ രാമൻ ഇല്ലാത്ത അവസ്ഥയെ നമ്മൾ അവിടെ കണ്ടു. രാമായണത്തിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അഴകിയ രാവണൻ വരുന്ന ഭാഗത്ത് സീതാദേവിയുടെ ആത്മവിശ്വാസം കാണാം. മനസ്സിൽ രാമനുള്ളതിന്റെ ഗുണം കാണാം. 10 തലയും 20 കൈയും, ആ 10 തലയിൽ 10 കിരീടങ്ങള്, ദേഹം മുഴുവൻ സ്വർണ്ണാഭരണങ്ങള്, വജ്രങ്ങള്, രത്നങ്ങള്, ഇതൊക്കെ ആയിട്ട് ദേവിയെ വശംവദയാക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. രാവണൻ എല്ലാവരും അനുസരിപ്പിച്ചിട്ട് മാത്ര ശീലം. ഒരാളോടും അനുസരണ മധുര വചനങ്ങൾ പറഞ്ഞിട്ടില്ല. എല്ലാരും അനുസരിപ്പിച്ചിട്ട് മാത്രം ശീലമുള്ള ആള് ദേവിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിന്റെ ചരണങ്ങളുടെ ദാസനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് പറയാണ്, നീ എന്റെ ഭാര്യയാവണം. അങ്ങനെ വരുന്ന രാവണന്റെ മുന്നിലേക്ക് ഒരു ചെറിയ പുൽക്കൊടി നുള്ളിയിട്ട് അത് നോക്കിയിട്ടാ ദേവി സംസാരിക്കുന്നത്. എന്താ താല്പര്യം? ലോകം മുഴുവൻ കീഴടക്കിയാലും എനിക്ക് നീതാണ്. സ്ത്രീയുടെ ശക്തി അവിടെ കാണാം. യഥാർത്ഥത്തിൽ പരാശക്തിയാണ് നമ്മൾ അവിടെ കാണുക. ആ ദേവിയുടെ ശക്തി നമുക്ക് അവിടെ വ്യക്തമായിട്ട് കാണാം. ഒരു പുൽക്കൊടി നുള്ളിയിട്ടിട്ട് അതിന്റെ മുന്നിൽ ആ പുൽക്കൊടി നോക്കിയിട്ട് സംസാരിക്കുക ദേവി. ആ ദേവി പറയുന്നൊരു വാചകമുണ്ട്, രാമൻ തീർച്ചയായിട്ടും വരും. ഈ കടല് കടന്ന് നിന്റെ നഗരത്തിൽ വന്ന് നിന്നെ സകുടുംബം സകുലം നശിപ്പിച്ചിട്ട് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. എന്താ പറയാൻ കാരണം? സദാ രാമനെ മാത്ര ചിന്തിക്കുന്നത്. അത് സീതാപതി എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത്, ബ്രഹ്മം എന്നുള്ള ബോധത്തിൽ എടുക്കണം. ആ പരബ്രഹ്മസ്വരൂപത്തെ സദാ ചിന്തിച്ച് 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 അതിൽ മുഴുകിയിരിക്കുന്ന ആളാണ് ദേവി. മനസ്സിൽ രാമൻ ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും? ആ മനസ്സ് രാമനിൽ തന്നെ ഉറച്ചിരിക്കും. ഒരു പ്രശ്നത്തിനും അതിനെ ഇളക്കാൻ പറ്റില്ല, ഒരു ചിന്തയ്ക്കും അതിനെ ഇളക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള മനസ്സ് വളരെ വ്യക്തമായിരിക്കും, സ്ഫടികം പോലെ വ്യക്തമായിരിക്കും. ഒരു സ്ഫടികം പോലെ അത് വളരെ വ്യക്തമായിട്ട് കാണാം. മനസ്സിന്റെ കാഴ്ച വ്യക്തമായിട്ട് കിട്ടും. നമ്മുടെ എല്ലാവരുടെയും മനസ്സിനും മങ്ങിയ കാഴ്ചയാണ്, തിമിരം പിടിച്ചിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിനും. ഒരു വസ്തുവിനെ പറ്റിയിട്ട് നമുക്ക് എന്തില്ല, വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. വസ്ത്രം എടുക്കാൻ പോയി കഴിഞ്ഞാൽ പോലും നമ്മൾ അനുഭവിക്കും. അത് ചുവന്ന കളറുള്ളത് വേണോ പച്ച കളറുള്ളത് വേണോ? അവിടെ നിന്ന് ഒരാൾ പറയും മഞ്ഞ കളറുള്ളത് കേമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ പിന്നാലെ പോകും. ജീവിതത്തിൽ വളരെ നിസാരമായിട്ടുള്ളൊരു തീരുമാനം പോലും എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 100,000 ആവർത്തി ചിന്തിക്കണ്ട്. ചിന്ത ഓട്ടം ആലോചിച്ച് നോക്ക്. വസ്ത്രം എടുക്കാൻ പോയി കഴിഞ്ഞാൽ രാവിലെ പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ ഇറങ്ങുക? ഇവിടെ ഇറങ്ങുക ഉച്ചയാവുമ്പോൾ, വൈകുന്നേരം പോലും നമ്മൾ ഇറങ്ങും. രാവിലെ പോയതായിരിക്കും, 10 മണിക്ക് പോയതായിരിക്കും, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 4 മണിക്കേമായി. ഒരു ദിവസം പോയി കിട്ടി. എന്നിട്ട് എത്ര വസ്ത്രം എടുത്തു? 2 ജോഡി, 1 ജോഡി. ആ 1 ജോഡി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സമയം 6 മണിക്കൂർ ചിന്തിച്ചിട്ടുണ്ടാവും. ഒരു ജോഡി പാൻറ്റും ഷർട്ടും എടുക്കാൻ, അല്ലെങ്കിൽ ഒരു സാരി എടുക്കാൻ, ഒരു ചുരിദാർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 6 മണിക്കൂർ ചിന്തിച്ചിട്ടുണ്ടാവും. എന്താ കാര്യം? മനസ്സ് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന്.
ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ, ഒരു ചുരിദാർ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാരി എടുക്കുമ്പോൾ എല്ലാം അടുത്തതിലേക്ക് പോകും കണ്ണ്. അത് നന്നായിരിക്കും. അതെടുക്കുമ്പോൾ അതിൻ്റെ അടുത്തതിലേക്ക് പോകും. മനസ്സ് ശക്തമല്ലാണ്ടിരിക്കുമ്പോഴുള്ള പ്രശ്നം അതാണ്. മനസ്സെങ്ങനെയാ ശക്തമാവുക? ആ ഭഗവാനിലേക്ക് തന്നെ അതിനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുക. കയറിന്റെ ഓരോ നൂലിഴകള് പല ദിക്കിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റില്ല. അത് മെല്ലെ പിരിച്ച് 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 ഒരൊറ്റ ദിശയിലേക്ക് കൊണ്ടുപോവുക. ഒരൊറ്റ ദിശ. ആ ഒരൊറ്റ ദിശയാണെന്ത്? രാമൻ. അതുകൊണ്ടാണ് ആ പേരിട്ടത്. രാമൻ എന്നുള്ള പേരിട്ടതിന്റെ കാരണം എന്താ? എല്ലാവരെയും രമിപ്പിക്കണവനാരോ അവൻ രാമൻ. എല്ലാരെയും ഒരൊറ്റ ദിശയിലേക്ക് കൊണ്ടുപോകണവൻ. എത്ര ജന്മമെടുത്താലും ആ ഒരൊറ്റ ദിശയെ നമുക്ക് രക്ഷയുള്ളൂ. ഇത് വൺ വേ ആണ്. നമ്മൾ വിചാരിക്കരുത് വലിയ പല ദിക്കിലേക്ക് പോകേണ്ട ഒരു ഹൈവേ ആണെന്ന് വിചാരിക്കരുത്. ഈ ജീവിതം വൺ വേ ആണ്. തുടങ്ങിയാൽ അവിടെ മാത്രമേ എത്തൂ. പക്ഷെ അത് എപ്പോൾ എത്തും നമുക്ക് അറിഞ്ഞൂടാ. ഇവിടുന്ന് തുടങ്ങി ആ അവസാന സ്ഥാനം എവിടെയാണ്? രാമൻ മാത്രമാണ്. രാമൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ആ ആനന്ദം, അത് മാത്രമാണ്. അതിലേക്ക് കൊണ്ടുവരണവൻ. അതുകൊണ്ടാണ് രാമൻ എന്നുള്ള പേര്. ആത്മാരാമനാണ്. പുരവാസികളെ ആകെ രമിപ്പിക്കുന്ന ഭഗവാന്റെ സ്വരൂപത്തിന്റെ താല്പര്യം അതാണ്. എല്ലാവരും ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നോക്കും, പിന്നെ എന്ത് ചെയ്യില്ല? കണ്ണെടുക്കില്ല. എന്താ താല്പര്യം? ആനന്ദത്തിന്റെ സ്വഭാവം അതാണ്. ജീവിതത്തിന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എല്ലാവരുടെ ജീവിതത്തിനും രാമനിലെത്തുക, ആനന്ദത്തിലെത്തുക, അത് മാത്രമാണ്. അങ്ങനെ എത്തിക്കണ ആളാണ് ആര്? സീത. ആ രാമനിലേക്ക് എത്തണമെങ്കിൽ ആദ്യം എന്ത് വേണം? അവിടെ നമസ്കരിക്കണം. ആ അമ്മ വിചാരിക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാനാവില്ല? രാമനിലെത്താനാവില്ല. മായയെ ആദ്യം നമ്മൾ നമസ്കരിക്കുക, പ്രകൃതിയെ നമസ്കരിക്കുക. അമ്മ വിചാരിക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാനാവില്ല? അവിടത്തേക്ക് എത്താൻ പറ്റില്ല. ഇവിടെ ഇരിക്കണ അമ്മ വിചാരിക്കാണ്ട് ആ ശ്രീ പരമേശ്വരനിലേക്ക് എത്താൻ പറ്റില്ല എന്ന് പറയണത് മാതിരി തന്നെയാണ് ആ സീതാദേവി വിചാരിക്കാണ്ട് രാമനിലേക്ക് എത്താൻ പറ്റില്ല. അങ്ങനെ എത്തിക്കണവൻ, എല്ലാരെയും ബ്രഹ്മബോധത്തിലേക്ക് രമിപ്പിക്കുന്നവൻ രാമൻ. 4 കുട്ടികൾക്ക് ഇട്ടിട്ടുള്ള പേര് വളരെ രസമാണ്. എല്ലാ ലക്ഷണങ്ങളും ചേർന്നവനായതുകൊണ്ട് ലക്ഷ്മണൻ, ഭരണകാര്യത്തിൽ അതിനിപുണനായതുകൊണ്ട് ഭരതൻ, ശത്രുക്കളെ കൊല്ലണവൻ ശത്രുഹന്താവ് ശത്രുഘ്നൻ. അതെങ്ങനെയാ ശത്രുക്കളെ കൊല്ലുക? നമ്മുടെ മനസ്സിൽ ശത്രുക്കളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അടിച്ചു കൊല്ലുക, അത് മാത്രമേ ഉള്ളൂ. എങ്ങനെയാ ശത്രുക്കളെ കൊല്ലുക? മനസ്സിൽ സദാ മിത്രഭാവം മാത്രമാവുമ്പോൾ ആരുണ്ടാവില്ല? ശത്രു ഉണ്ടാവില്ല. നല്ല ചിന്തകൾ മാത്രം. എല്ലാരെയും രാമനായിട്ട് കാണാം. എല്ലാരെയും രാമനായിട്ട് കാണും. എല്ലാരെയും രാമനായിട്ട് കാണുമ്പോൾ അടിക്കാൻ തോന്നും. ഒരാൾ നല്ലൊരു തെറി ഇങ്ങോട്ട് വിളിച്ചു, അങ്ങോട്ട് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതേ മീറ്ററിൽ അതേ രാഗത്തിൽ അതിലും വലുതൊന്ന് വിളിക്കും. അത് ശത്രുവായി. അവിടെ ശത്രുഘ്ന ഭാവത്തിലേക്ക് വരുമ്പോൾ എന്തുണ്ടാവും? ആ വിളിച്ചവനും വിളിച്ച വാക്കും രാമനായിട്ട് മാറും. അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല? അങ്ങോട്ട് യുദ്ധത്തിന് പോകാനാവില്ല. ശത്രുഘ്നന്റെ താല്പര്യം അതാണ്. ബ്രഹ്മബോധത്തെ വളർത്തിയെടുക്കുക. സദാ നമ്മൾ പറയുന്നൊരു വാക്കെന്താ? സർവം ശിവമയം, സർവം ശിവമയം. എല്ലാം ശിവനാണ്, എല്ലാം ശിവനാണ്. ആ ബോധത്തെ വളർത്തിയെടുക്കണതെന്തോ അത് ശത്രുഘ്നൻ. രാമായണത്തിൽ ഈ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ സീതാദേവി അപഹരിച്ചുകൊണ്ട് പോയി ആ ദേവി വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രീരാമചന്ദ്രസ്വാമി യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ ഭഗവാൻ രാവണനെ കൊന്ന് ഭൂമിയുടെ ഭാരമൊക്കെ തീർത്ത് ദേവിയെ വീണ്ടെടുത്തു. ആ ദേവിയെയും വിട്ടുകളഞ്ഞു, അനുജനെയും വിട്ടുകളഞ്ഞു. ഈ കഥകൾ മാത്രം കേട്ടിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യും? കഥയിൽ കുടുങ്ങി സ്വയം നശിക്കും. ഒരു ചെറിയൊരു ഉദാഹരണ കഥ പറയാം. കഥയിൽ കുടുങ്ങുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് പറയാം. അതിനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. കഥയിൽ മാത്രം കുടുങ്ങിയാൽ എന്താ പറ്റുക എന്നുള്ളത്. ഒരു നാട്ടില് അമ്മാവനും മരുമകനും ഉണ്ട്. പലരും കേട്ടിട്ടുള്ള കഥയായിരിക്കും. ഈ മരുമകന്റെ അവസ്ഥ, എന്നെ തല്ലണ്ട അമ്മാവാ, ഞാൻ ഈ ജന്മകാലത്ത് നന്നാവില്ല. നമ്മളൊക്കെ പോലെയുള്ള ഒരു മരുമകൻ. അമ്മാവൻ എന്ത് ചെയ്തു? ഒരുപാട് ഉപദേശിച്ചു നോക്കി, സ്നേഹിച്ചു നോക്കി, കാര്യം പറഞ്ഞു നോക്കി, ഒരു കാര്യമില്ല. നാട്ടിലിങ്ങനെ ഉപദേശിക്കാൻ വേണ്ടി മാത്രം കുറേ പേരുണ്ട്. അവരെ വിളിച്ചു കൊണ്ടുവന്ന് ഉപദേശിച്ചു നോക്കി, അതുകൊണ്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മരുമകൻ ഉള്ളതിലും വഷളായി എന്നല്ലാണ്ട് വേറൊരു ഗുണം ഉണ്ടായില്ല.
അവസാനം ഈ അമ്മാവന്റെ കഷ്ടകാലത്തിന് ആരോ പറഞ്ഞു, ഒരു ഭാഗവതം വാങ്ങിക്കൊടുത്താൽ ആള് ചിലപ്പോൾ നന്നായേക്കും. അങ്ങനെ ആ കുട്ടിക്ക് ഭാഗവതം വാങ്ങിക്കൊടുത്തു. കുട്ടിയോട് പറഞ്ഞു, കേമായിട്ട് വായിച്ചു നോക്കുക, 1 മാസം സമയം തരാം, വായിച്ച് എന്താണ് പഠിച്ചതെന്ന് പറഞ്ഞു തരണം. അങ്ങനെ കുട്ടി തുറന്നു നോക്കി, ഒരുപാട് കഥകളുണ്ട്, വായിച്ചു നോക്കി. 1 മാസത്തിന് ശേഷം അമ്മാവൻ കുട്ടി അടുത്ത് വിളിച്ചിരുത്തി. എന്താ പഠിച്ചതെന്ന് ചോദിച്ചു. ആദ്യം ചോദിച്ചു, വായിച്ചോ? ഓ, ഗംഭീരമായിട്ട് വായിച്ചു, ഒക്കെ പഠിച്ചു എന്ന് പറഞ്ഞു. എന്താ പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി കൊടുത്തൊരു ഉത്തരമുണ്ട്. എന്താ ഉത്തരം? നമ്മളെല്ലാവരും കൊടുക്കുന്ന ഉത്തരമാണ്. ആ കുട്ടിയായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. കുട്ടി ഒന്ന് ഗൗരവത്തിലിരുന്നു, മുണ്ടൊക്കെ ഒന്ന് നേരെയാക്കി. കാരണം ഭാഗവതത്തിൽ നിന്ന് എന്താണ് പഠിച്ചതെന്ന് പറയാൻ വേണ്ടി നിൽക്കുകയാണ്. പറഞ്ഞു, അമ്മാവ, ഭാഗവതം പറയുന്നത് ലോകത്തെ സകലമാന പ്രശ്നങ്ങൾക്കും കാരണം അമ്മാവന്മാര് എന്ന് പറയുന്ന വർഗ്ഗമാണ്. നിങ്ങളെ കൊന്നാൽ ഞാൻ രക്ഷപ്പെട്ടു. കഥ മാത്രം പഠിച്ചാൽ ഇതാണ് നമുക്കുണ്ടാവുന്ന അബദ്ധം. നമ്മൾ 10 തലയും 20 കൈയുള്ള ആളെ തപ്പി നടക്കും. കടല് ചാടി കടക്കണ വാനരനെ തപ്പി നടക്കും. എന്നിട്ട് അവസാനം കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? രാമായണം തെറ്റാണ് കേട്ടോ എന്ന് വിധി എഴുതും. ആലോചിച്ച് നോക്കുക. ഇതിൽ പരം ഒരു മഹാപാപം നമുക്ക് ചെയ്യാനുണ്ടോ? ആ കടല് ചാടിക്കടക്കണ ഭാഗത്തുനിന്ന് മാത്രം നമുക്കൊരു ജീവിതം കാണാം. ഹനുമാൻ സ്വാമിയുടെ കടല് ചാടിക്കടക്കണ ആ ഒരൊറ്റ ഭാഗത്തുനിന്ന് നമുക്ക് ജീവിതം കാണാം. സമർപ്പണത്തിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭാവം കാണാം. കടല് ചാടിക്കടക്കണതിന് മുന്നേ മഹേന്ദ്രഗിരിയിൽ ഉദ്ധത ശരീരനായിട്ട് നിൽക്കണ ഒരു ഭാവമുണ്ട്. ശരീരം വളർന്ന് 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 നിൽക്കുന്ന അവസ്ഥയാണ്. സിദ്ധികളുടെ പാരമ്യത്തിൽ നിൽക്കുന്ന അവസ്ഥ. താൻ മറന്നു പോയിട്ടുള്ള ഏതൊരു സിദ്ധികളാണോ ഉള്ളത് ആ സിദ്ധികളെയൊക്കെ ഓർമ്മപ്പെടുത്തി നിൽക്കുന്ന അവസ്ഥ. നമ്മളാണെങ്കിൽ ആ സമയത്ത് എന്തോരം അഹങ്കാരം കാണിക്കും, ആലോചിച്ച് നോക്കുക. എല്ലാ സിദ്ധികളും മറന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിനക്ക് ഇന്ന സിദ്ധികൾ ഉണ്ട് കേട്ടോ, നീ ചില്ലറക്കാരനല്ല, നീ ആളൊരു സംഭവമാണ് കേട്ടോ. നമ്മളാണെങ്കിൽ ഒരാൾ പറയാൻ പോലും കാത്തിരിക്കില്ല, വെറുതെ ഇരിക്കുമ്പോൾ പറയും, ഞാനൊരു സംഭവമാണ് കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ. ആ സമയത്ത് ഹനുമാൻ സ്വാമി ഉദ്ധത ശരീരനായിട്ട് ശരീരചിന്ത അങ്ങനെ വളർന്നു നിൽക്കാൻ സാധിക്കണ ഒരവസ്ഥയിൽ, എല്ലാ സിദ്ധികളുടെയും സ്വാമിയായിട്ടിരിക്കണ അവസ്ഥയിൽ, അഷ്ടസിദ്ധികളുടെയും സ്വാമിയായിട്ടിരിക്കണ അവസ്ഥയിൽ കൂടെയുള്ള വാനരന്മാരോട് പറയുന്ന ഒരു വാക്കുണ്ട്. ശ്രീരാമചന്ദ്രസ്വാമിയുടെ നാമം ഒന്നുകൊണ്ട് മാത്രം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ജീവിതസാഗരത്തെ മറികടക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കുക. ആ വാക്കുകളുടെ ഒരു മധുരം ആലോചിച്ച് നോക്കുക. അതിലും മധുരമുള്ള ഒരു സാധനമൊന്നും ഈ ലോകത്ത് വേറെ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. ആ വാക്കുകളോളം മധുരമുള്ള മറ്റൊരു വസ്തു ലോകത്തുണ്ടാവില്ല. പറയാണ്, ഭഗവാന്റെ നാമം രാമ എന്നുള്ള ഈ 2 അക്ഷരം കൊണ്ട് മാത്രം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ജീവിതസാഗരത്തെ മറികടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പരമഭക്തനായിട്ടുള്ള എനിക്ക്, അദ്ദേഹത്തിന്റെ ദൂതനായിട്ടുള്ള എനിക്ക് ഈ സാഗരത്തെ നിഷ്പ്രയാസം മറികടക്കാനാവും. തൻ്റെ സിദ്ധികളല്ല കാരണമായിട്ട് പറയുന്നത്. ഇത്ര സിദ്ധികൾ കിട്ടിയിട്ടുണ്ട്, ഇന്ന വരങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഇന്ന അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഈ സാഗരത്തെ മറികടക്കും എന്നല്ല പറയുന്നത്. മറിച്ചെന്താ പറയുന്നത്? ഭഗവാന്റെ നാമം കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങള് ജീവിതസാഗരത്തെ, ഏറ്റവും വലിയ സാഗരം അതാണ്. ഈ 100 യോജന വലുപ്പമുള്ള ഈ ചെറിയ സാഗരമൊന്നും ഒരു സാഗരമല്ല, ജീവിതത്തെ പറ്റി ആലോചിക്കുമ്പോഴെന്ന് പറയാ. അങ്ങനെ മറികടക്കുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ കേവല സാഗരത്തെ ഞാൻ മറികടക്കും. തുടക്കം തന്നെ സമർപ്പണത്തിലാണ്. ജീവിതത്തിന്റെ തുടക്കം എങ്ങനെയാ? സമർപ്പണത്തിലാണ്. ഈ സമർപ്പണം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആചാര്യന്മാര് ഓരോ വ്രതങ്ങളും ആചരിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എല്ലാ വ്രതത്തിന്റെയും മുന്നേ എന്തുണ്ടാവും? ഒരു സങ്കല്പം ചെയ്യാൻ പറയും. ഇതാ സങ്കല്പം. ആദ്യം തന്നെ വ്രതത്തെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ടാണ് സങ്കല്പം ചെയ്യുക. ശിവരാത്രി വ്രതത്തിന്റെ ഒരു സങ്കല്പം ശിവപുരാണത്തിൽ സവിസ്തരം പറയുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗമായതുകൊണ്ട് അവസരം കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും? എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭാഗമാണ്. മനസ്സിന് സദാ സന്തോഷം തരുന്ന ഒരു ഭാഗമാണ്. വിസ്തരിച്ച് പറയാനുള്ളൊരു സമയമില്ല, എന്നാലും ചുരുക്കി പറയാം. തുടക്കത്തിൽ പറയാണ്, ഭഗവാനെ, അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഈ ശിവരാത്രി വ്രതം ഞാൻ ആചരിക്കാൻ ഇച്ഛിക്കുന്നുണ്ട്. ആ സമയത്ത് കാമക്രോധാദികളാവുന്ന ശത്രുക്കൾ വന്നിട്ട് എന്നെ ആക്രമിക്കാണ്ട് അങ്ങ് സംരക്ഷിക്കണം. വ്രതം നടക്കുന്നതിന് അല്ലെങ്കിൽ ആ വ്രതം ആചരിക്കുന്നതിന് മുന്നേ പറയുന്ന വാക്കാ. എന്നിട്ട് പറഞ്ഞു, അങ്ങ് ഭംഗിയായിട്ട് ഈ വ്രതം നടത്തണം. തുടക്കത്തിലേ പറയാണ്, ഞാൻ എന്ത് ചെയ്യുന്നില്ല? ഇതൊന്നും ചെയ്യുന്നില്ല, ഒക്കെ ചെയ്യണത് നീയാ. സംരക്ഷിക്കണ ആളും നീയാണ്, നടത്തണ ആളും നീയാണ്, സമർപ്പിക്കണ ആളും നീയാണ്, ഒക്കെ നീയാണ്. ഞാൻ എന്താണ്? ആ കയ്യില് ഒരു ഉപകരണം മാത്രം. ഉപകരണം അഹങ്കരിക്കുക.
അമ്മ നല്ല പായസം ഉണ്ടാക്കുന്നുണ്ട്, ഇളക്കാൻ ഉപയോഗിച്ച തവി അഹങ്കരിക്കുകയാണ്. ഞാൻ ഇളക്കിയോണ്ടാട്ടോ പായസമായത്. അഹങ്കരിക്കോ? ഇല്ല. അതേമാതിരി ഞാൻ ആ കയ്യിലുള്ള ഒരു ഉപകരണം മാത്രമാണ്. അങ്ങ് ഇതൊക്കെ ചെയ്യാണ്. അത് കഴിഞ്ഞ് വലിയൊരു സമർപ്പണമുണ്ട്. തുടക്കത്തിലും ഒടുക്കത്തിലും സമർപ്പണമാണ്. ചെയ്യണതിന് മുന്നേയും സമർപ്പിച്ചു, ചെയ്ത് കഴിഞ്ഞിട്ടും സമർപ്പിച്ചു. അതേമാതിരി സദാ സമർപ്പിക്കാനുള്ള ബുദ്ധി, അത് ഹനുമാൻ സ്വാമിയാണ് രാമായണത്തിൽ നമുക്ക് ഏറ്റവും ആദ്യം കാണിച്ചു തരുന്നത്. തന്നെ സമർപ്പിച്ചിട്ടാ തുടക്കം. ആ ചാടണത്തിന് മുന്നേ ആലോചിച്ച് നോക്കുക. ഒന്നും ചിന്തിക്കണ്ട. ചാടണത്തിന് മുന്നേ ഉള്ള ആള് നമ്മളെ പഠിപ്പിക്കണ കാര്യം, അത് കഴിഞ്ഞിട്ടാണ് ചാട്ടം. ഒരു 1.5 ചാട്ടാണ്. ചാടണ സമയത്ത് 3 പേര് വരുന്നുണ്ട്. സുരസ വരുന്നുണ്ട്, മൈനാകം വരുന്നുണ്ട്, ഛായാഗ്രഹണി വരുന്നുണ്ട്. 3 പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്. പക്ഷെ എന്ത് ചെയ്യാണ്? 3നെയും 3 തരത്തിലാണ് നേരിടുന്നത്. ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ കൃത്യമായിട്ട് അവലോകനം ചെയ്ത് അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മാർഗങ്ങൾ കണ്ടെത്തുക, പരിഹാരം കണ്ടെത്തുക. എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം, ഒരൊറ്റ അച്ച്. നമ്മളൊക്കെ അങ്ങനെയാണ്. എല്ലാ പ്രശ്നത്തിനും ഒറ്റ അച്ച്. ആ അച്ചിലിട്ട് വാർത്തത് മാതിരി പരിഹാരം ഉണ്ടാക്കും. അല്ലോ നടക്കും. ആലോചിച്ച് നോക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? പ്രശ്നത്തെ പഠിക്കുക. ഹനുമാൻ സ്വാമി കാണിച്ചു തരുന്ന കാര്യം അതാ. പ്രശ്നത്തെ പഠിക്കുക, ആ പ്രശ്നത്തിനനുസരിച്ച് പരിഹാരം ഉണ്ടാക്കുക. സുരസയോട് കൗശലാണ്. ശരീരം വലുതാക്കി 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 പോയി അവസാനം വായ വലുതാവുന്നതിനനുസരിച്ച് ശരീരം എന്ത് ചെയ്തു? ഏറ്റവും ചെറുതാക്കി കൃശശരീരനായിട്ട് വായിക്കൂടെ കയറി ചെവി കൂടെ പുറത്തു വന്നു. കൗശലാണ് ഉപയോഗിക്കുന്നത്. ആ കൗശലമല്ല മൈനാകത്തിന്റെ അടുത്ത് ഉപയോഗിക്കുന്നത്, സ്നേഹമാണ്. മൈനാകത്തെ സംബന്ധിച്ച് അമിതമായിട്ടുള്ള സ്നേഹമാണ് ഹനുമാൻ സ്വാമിയോട്. ബാന്ധവാണ്. കാരണം ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യാനുള്ള അവസ്ഥയാണ് മൈനാകം അവിടെ ഉപയോഗിക്കുന്നത്. വായുദേവനോടുള്ള കടപ്പാടുണ്ട്, സകരവംശത്തിൽ പിറന്നവരോടുള്ള കടപ്പാടുണ്ട്. അങ്ങനെ 2 കടപ്പാടും ഒരുമിച്ച് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് സാഗരം നിർദ്ദേശിച്ച പ്രകാരം മൈനാകം വരുന്നത്. ആ മൈനാകത്തോട് ബന്ധുസൽക്കാരമൊക്കെ ഞാൻ പരിഗ്രഹിച്ചു, അങ്ങേക്ക് ദുഃഖം ഉണ്ടാവരുത്, പക്ഷെ ഇവിടെ നിൽക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് ഒന്ന് തലോടിയിട്ട് ഒറ്റ പോക്ക് പോയി. ആലോചിച്ച് നോക്കുക. അമിതമായിട്ടുള്ള സ്നേഹവും ബന്ധനാണ്. ഒരു വസ്തുവിനോട്, ഒരു വ്യക്തിയോട് നമുക്ക് അമിതമായിട്ടുള്ള സ്നേഹം ഉണ്ടാവുകയാണ്. എന്നിട്ട് നമ്മൾ വിചാരിക്കും ഇതന്നെയാട്ടോ ജീവിതം, ഇയാൾ തന്നെയാട്ടോ ജീവിതം, ഈ സാധനം തന്നെയാട്ടോ ജീവിതം, മൊബൈൽ ഫോണ്. നമ്മൾ എന്താ വിചാരിക്കുക? ഇതന്നെയാട്ടോ ജീവിതം, പോയാൽ തീർന്നു. കുറച്ചൊക്കെ മുന്നേ വ്യക്തികളോട്, ബന്ധുക്കളോട്, മക്കളോട്, മാതാപിതാക്കളോട് ഒക്കെ ആയിരുന്നു ഈ അടുപ്പം. ഇപ്പൊ മാതാപിതാക്കളും ബന്ധുവും മക്കളും ഭാര്യയും ഭർത്താവും ഒക്കെ ഈ ഒരു സാധനമാണ്. പോയാ തീർന്നുട്ടോ. അതൊന്ന് വീണ് ചില്ല് പൊട്ടിക്കഴിഞ്ഞാൽ എവിടെയാ പൊട്ടുക? 100 രൂപയുടെ 150 രൂപയുടെ ഗ്ലാസ് മാറ്റുന്നതല്ല, ടെമ്പേർഡ് ഗ്ലാസ് മാറ്റുന്നതല്ല, മനസ്സ് പൊട്ടും. ഒന്ന് മൊബൈല് താഴിട്ട് നോക്കിയാൽ മതി, എവിടെയാ പൊട്ടല് കേൾക്കുക? അവിടെയല്ല, ഇവിടെ കേൾക്കും. അതും ബന്ധനാണ്. അതും എന്താണ്? ബന്ധനാണ്. അമിതമായിട്ടുള്ള സ്നേഹത്തെ പോലും എന്ത് ചെയ്യുക? ഒരു ഘട്ടം എത്തുമ്പോൾ അറുത്ത് ഭഗവാന് കൊടുക്കുക. അതിനെ അറുത്തിട്ട് ഭഗവാന് കൊടുക്കുക. അതിന് പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് രാമായണം പാരായണം ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് രാമായണം പാരായണം ചെയ്യുന്നത്? പൈസ കിട്ടാൻ, മക്കളെ കിട്ടാൻ, ഭാര്യയെ കിട്ടാൻ, ഭർത്താവിനെ കിട്ടാൻ, ജോലി കിട്ടാൻ. ഇതൊക്കെ ആദ്യത്തെ പടി. കിൻഡർ ഗാർഡനിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയില്ലേ? അവിടെ പോയാൽ എന്ത് കിട്ടും? മിഠായി കിട്ടും, നല്ല കൂട്ടുകാരെ കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ കൊണ്ട് ഇരുത്തും. ഇരുന്ന് കഴിയുമ്പോഴാണ് ആദ്യത്തെ ദിവസം മനസ്സിലാകുക പെട്ടുപോയി. അലറി വിളിച്ചു കരയും. പിന്നെ അവിടെ ഇരിപ്പ് ഉറക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക ഇതൊന്നുമല്ല ഇതിന്റെ യഥാർത്ഥ അർത്ഥം. അതേമാതിരി ഇങ്ങനെയൊക്കെ പറഞ്ഞ് 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 നമ്മളെ കൊണ്ടുവരും. ഇതിനു വേണ്ടിയിട്ടാ? ഒന്ന് വായിച്ചു നോക്കൂ. വായിച്ചു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഇതിനൊന്നും വേണ്ടിയിട്ടല്ല പാരായണം ചെയ്യുന്നത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനൊക്കെ അറുത്ത് 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 അവിടെ കൊടുക്കാനാണ്. ഓരോ ചങ്ങലയായിട്ട് മെല്ലെ പൊട്ടിക്കുക. രാമായണം എന്താ ചെയ്യുന്നത്? ഒരു കത്തി കൈ തരും. ഈ ചങ്ങല ഇങ്ങനെ ഓരോ കയറായിട്ട് മുറിച്ച് 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 ആ കയ്യിൽ കൊടുക്കുക. ഒന്നാമത്തത് മുറിച്ച് കൊടുത്തു, രണ്ടാമത്തത് മുറിച്ച് കൊടുത്തു. അങ്ങനെ ഓരോ ബന്ധനങ്ങളെയും എന്ത് ചെയ്യുക? കൊടുക്കുക. എന്റേത് എന്ന് പറഞ്ഞ് എടുത്തു വെച്ചാൽ അതൊക്കെ ബന്ധനാണ്. നല്ലൊരു കാര്യം ചെയ്തു,
അമ്പലത്തിൽ അന്നദാനം നടത്തി, കേമായിട്ടുള്ള അന്നദാനം. നാട്ടുകാരും എന്ത് ചെയ്തിട്ടില്ല, ഇതുമാതിരി ഒരു അന്നദാനം കണ്ടിട്ടില്ല. വരണവരും പോണവരും, കുറ്റം പറയാൻ വരണവര് പോലും നല്ലത് മാത്രം പറഞ്ഞിട്ടാ പോണത്. നല്ല സന്തോഷമായി മനസ്സിൽ. സദാ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്, 1-2 പേര്. അവര് പോലും എന്താ നല്ലത് മാത്രം പറഞ്ഞിട്ടാ പോണത്. അപ്പൊ എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവും. എന്നിട്ട് മനസ്സിൽ നമ്മൾ തന്നെ പറയാണ്, ഞാനൊരു കേമൻ തന്നെ കേട്ടോ. എന്താ പറയാ? ഞാനൊരു കേമൻ തന്നെ കേട്ടോ. ആ കേമൻ എന്നുള്ള ഒറ്റ വാക്ക് എന്ത് ചെയ്തു? അതൊരു വഹയായിട്ട് അവിടെ എടുത്തു വെച്ചു. ഇന്ന് അമ്പലത്തിൽ കയറി കഴിഞ്ഞാൽ ഈ വഹകൾ തട്ടിയിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. ബലിക്കല്ലൊരു വഹ അല്ല, നടക്കലിലൊരു വഹയുണ്ടാവും. നമസ്കാര മണ്ഡപത്തിന്റെ മുന്നിലൊരു വഹയുണ്ടാവും. കല്യാണിക്കുട്ടി അമ്മ വഹ, ഗോവിന്ദൻ വഹ, നാരായണി വഹ. പ്രദക്ഷിണ വീതിയിൽ മുഴുവൻ വഹകളാണ്. ഓരോ കല്ലും നമ്മൾ കൊടുക്കുമ്പോൾ മാധവൻ വഹ, ഗോവിന്ദൻ വഹ, കൃഷ്ണൻ വഹ. അത് അവിടെ എഴുതി വെച്ചാലും മനസ്സിൽ എഴുതി വെക്കാണ്ടിരിക്കുക. അവിടെ എഴുതി വെച്ചോളൂ, കേമായിട്ട് എഴുതി വെച്ചോളൂ. പക്ഷെ എന്ത് ചെയ്യാണ്ടിരിക്കുക? അത് നമ്മൾ മനസ്സിൽ എഴുതി വെക്കാണ്ടിരിക്കുക. അതും ബന്ധനാണെന്നാ പറയാ. നല്ലൊരു കാര്യം ചെയ്തു, ഞാൻ കേമൻ തന്നെയെന്ന് വിചാരിച്ച അത് ബന്ധനാണെന്നാ. അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ടു. ആദ്യത്തെ പരിപാടി എന്താ? സെൽഫി എടുത്തു, ഇൻസ്റ്റാഗ്രാമിലിട്ടു. ഭഗവാനെ കണ്ടു കേട്ടോ, സന്തോഷം. അതൊരു ബന്ധനായിട്ട് അവിടെ കിടക്കും. എന്റേത് എന്ന് പറഞ്ഞ് എടുത്തു വെച്ചാൽ നല്ല കർമ്മങ്ങളും ബന്ധനായിട്ട് മാറും. പൂന്താനം പറയുന്നത് മാതിരി സ്വർണത്തിന്റെ ചങ്ങലയായിട്ട് അവിടെ കിടക്കും. സ്വർണത്തിന്റെ ചങ്ങല, ഇരുമ്പിന്റെ ചങ്ങല, രണ്ടും ചേർത്ത ചങ്ങല. ഫലം എന്താ? സ്വർണത്തിന്റെ ചങ്ങലയിലാണ് കേട്ടോ കിടക്കണത്, കേമനായി. വല്ല കാര്യമുണ്ടോ? സ്വർണത്തിന്റെ ചങ്ങലയിൽ കിടക്കണവൻ ഇരുമ്പിന്റെ ചങ്ങലയിൽ കിടക്കണമെന്ന് നോക്കിയിട്ട് പറയണം, സ്വർണത്തിന്റെ ചങ്ങലയിലാണ് കേട്ടോ. നീ എന്താ ഇരുമ്പിന്റെ ചങ്ങലയില്? ഞാൻ എന്ത് ചെയ്യാണ്? സ്വർണത്തിന്റെ ചങ്ങലയിൽ കിടക്കുകയാണ്. ഇപ്പോൾ ഇരുമ്പിന്റെ ചങ്ങലയിൽ കിടക്കണവൻ ഒന്നും മിണ്ടിയിട്ടില്ല, ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. 2 ചങ്ങലും എടുത്തു, ഒന്ന് വലിച്ചു. എന്നിട്ട് ഇങ്ങനെ നോക്കി. എന്താ അർത്ഥം? ഞാനും കിടക്കുകയാണ്, നീയും ഇത് തന്നെ കിടക്കുകയാണ്. അപ്പൊ നല്ല കർമ്മങ്ങൾ എന്റേത് എന്ന് പറഞ്ഞ് എടുത്തു വെച്ചാൽ പോലും അതെന്താണ്? ബന്ധനാണ്. അതിനെയും ഭഗവാന് കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിനാണ് മൈനാകത്തിന്റെ കഥ. ആ ബന്ധു സൽക്കാരമൊക്കെ സ്വീകരിച്ചു, പക്ഷെ ഞാൻ അതിനെ ഭഗവാന് സമർപ്പിച്ചിട്ട് മുന്നോട്ട് പോവുക. ഛായാഗ്രഹണിയുടെ അടുത്തെത്തി. അവിടെ എന്താ? ശരീരബലമാണ് ഉപയോഗിക്കുന്നത്. ശരീരത്തിന്റെ ബലം ഉപയോഗിച്ചിട്ടാണ് ഛായാഗ്രഹണിയെ നേരിട്ടിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ 3 തരത്തിലാണ്. അതും കഴിഞ്ഞ് ലങ്കയിലെത്തി. ലങ്ക മുഴുവൻ ചുട്ടു പൊട്ടിച്ച് ഭഗവാന്റെ മഹിമ രാവണനോടും പറഞ്ഞിട്ടാണ് തിരിച്ചു പോരുന്നത്. ഇതിലും കേമനായിട്ടുള്ള ഒരു ദൂതൻ ലോകത്ത് വേറെവിടെ കിട്ടില്ല. 2 ദൂതന്മാരാണ് കേമന്മാരായിട്ടുള്ളത്. ഒന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ്, ഒന്ന് ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമിയുടെ ദൂത് പരമമായിട്ടുള്ള സമർപ്പണത്തിന്റെ ലക്ഷണമാണ്. വേറൊന്നും ചെയ്തിട്ടില്ല. ആ ബലത്തെ മുഴുവൻ 2 അക്ഷരത്തിൽ സമർപ്പിച്ചു. 2 അക്ഷരം, വേറെ ഒന്നും ചെയ്യുന്നില്ല. ആലോചിച്ച് നോക്കുക. എല്ലാ സിദ്ധികളെയും 2 അക്ഷരത്തിൽ സമർപ്പിച്ചിട്ടാണ് ഹനുമാൻ സ്വാമി ജീവിതത്തിൽ മുഴുവൻ മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൽ പര ഒരു ബലം ഒന്നും വേറെ ഒന്നും തരില്ല. അതിൽ പര ഒരു ബലം വേറെ ഒന്നും നമുക്ക് തരില്ല. പരമമായിട്ടുള്ള സമർപ്പണത്തെക്കാളും വലിയ ബലം വേറൊന്നും തരില്ല. ആ ഹനുമാൻ സ്വാമി മറ്റൊന്നും ഭക്ഷിക്കണില്ല, മറ്റൊന്നും സ്വീകരിക്കണില്ല, മറ്റൊന്നും ചിന്തിക്കണില്ല. 2 അക്ഷരാണ്. ആലോചിച്ച് നോക്ക്, 2 അക്ഷരാണ്. അതുകൊണ്ടാ പറയുക, എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ പറയാറുണ്ട്. എന്താ താല്പര്യം? എന്താ വാക്കിന്റെ അർത്ഥം? എവിടെയൊക്കെ രഘുനാഥനായിട്ടുള്ള ശ്രീരാമചന്ദ്രസ്വാമിയുടെ നാമമുണ്ടോ അവിടെയൊക്കെ ഒരാളെ കാണാം. ഒരാളുണ്ടാവും അവിടെ. എവിടെയെങ്കിലും ഒരാൾ രാമാന്നൊരു അക്ഷരം, രാമാന്നുള്ള 2 അക്ഷരം ജപിക്കുന്നുണ്ടെങ്കിൽ, മഴ കാരണം കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, എന്നാലും പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ്. രാമാന്ന് 2 അക്ഷരം ആരെങ്കിലും എവിടെയെങ്കിലും ജപിക്കുന്നുണ്ടെങ്കിൽ ഒരാളും എല്ലാം മാറി നിന്ന് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണ്ടാവും. എങ്ങനെയാ ഇരിക്കുക? തല കുനിച്ച് കണ്ണു മുഴുവൻ ബാഷ്പവാരി പരിപൂർണലോചനം.
കണ്ണില് മുഴുവൻ എന്താ കണ്ണീരാ, കരഞ്ഞോണ്ടായിരിക്കണത്. എങ്ങനെയാ കരയുന്നത്? പരമാനന്ദത്തിന്റെ കണ്ണീര്. നമ്മൾ പറയില്ല ആനന്ദ കണ്ണീര്, ആനന്ദ കണ്ണീര്. സദാ ആനന്ദ കണ്ണീരില് ആറാടി നിൽക്കുന്ന ആളാണ്. കാരണം എന്താ? രാമനാമം ജപിക്കാണ്ട് ഒരൊറ്റ നിമിഷം പോലും ലോകത്ത് കടന്നു പോകുന്നില്ല. ആരെങ്കിലും ഒരാളായിട്ട് ജപിക്കണ്ടാവും, ആരെങ്കിലും ഒരാള് രാമ ജപിക്കണ്ടാവും. ആ ജപിക്കണ നിമിഷം ഒരാൾ മെല്ലെ കൈകൂപ്പി തല കുനിച്ച് കണ്ണിൽ മുഴുവൻ കണ്ണുനീരായിട്ട് ആനന്ദം അനുഭവിച്ച് പരമാനന്ദം അനുഭവിച്ചിട്ട് നിൽക്കും. അങ്ങനെയുള്ള മാരുതിയെ നമസ്കരിക്കുന്നു. മാരുതി നമത രാക്ഷസാന്തകം, രാക്ഷസന്മാരുടെ മുഴുവൻ അന്തകനായിട്ടുള്ള ആ മാരുതിയെ നമസ്കരിക്കുന്നു. രാമായണം അടുത്ത തലമുറയിലേക്ക് കൈമാറുമ്പോൾ കുട്ടിയെ വിളിച്ച് കാണിച്ചു കൊടുക്കുക, ഇങ്ങനെ ഒരാളുണ്ട്. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് രാമായണം പാരായണം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആദ്യം മാരുതി ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്ത് ചെയ്യും? രാമനാവും. ആദ്യം എന്ത് ചെയ്യുക? മാരുതി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാമായണം പാരായണം ചെയ്യുന്നത്. മറ്റൊന്നും ഇല്ലാണ്ട് രാമ 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 എന്നുള്ള 2 അക്ഷരത്തിലേക്ക് മനസ്സിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. 5 ദിവസമൊക്കെ കഴിയുമ്പോൾ, 5-6 ദിവസമൊക്കെ കഴിയുമ്പോൾ കുട്ടി മെല്ലെ ചോദിക്കും, അമ്മേ അല്ലെങ്കിൽ മുത്തശ്ശി, മുത്തശ്ശ, അച്ഛ, എന്താ വെച്ചാൽ ചോദിക്കും. എന്താ ചോദിക്കുക? ഞാൻ എന്തിനാ ഈ രാമായണം പാരായണം ചെയ്യുന്നത്? അപ്പൊ നമുക്ക് ഉത്തരം ഇല്ലാണ്ടാവരുത്. നമ്മൾ ആ സമയത്ത് പറയരുത്, അവനെ പൈസ കിട്ടൂട്ടോ, നല്ല മക്കളെ കിട്ടൂട്ടോ, നീ വളർന്നു വലുതാകുമ്പോൾ നല്ല ജോലി കിട്ടൂട്ടോ. അപ്പൊ നമ്മൾ പറയണം, എന്താ പറയേണ്ടത്? നീ ഒരാളാവാൻ വേണ്ടിയിട്ടാണ് ഈ രാമായണം മുഴുവൻ പാരായണം ചെയ്യുന്നത്. ആരാവാൻ വേണ്ടിയിട്ടാ? രാമൻ ആവാൻ വേണ്ടിയിട്ട്. അതിനുള്ള ആദ്യത്തെ പടി എന്താ? നീ മാരുതിയാവും. അത് കഴിഞ്ഞാൽ നീ വല്ല എന്ത് ചെയ്യും? രാമനാമം ജപിച്ച് 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 നീ രാമനാവും. അതിന്റെ ആദ്യത്തെ പടിയാണെന്ത്? നീ മാരുതിയാവും. സദാ രാമനെ മാത്രം ചിന്തിക്കണം, മറ്റൊന്നില്ല അദ്ദേഹത്തിന്. നമ്മളെ മാതിരി വലിയ വലിയ ഉപാസനാ പദ്ധതികളുടെ പിറകെ ലക്ഷങ്ങളും കൊടുത്തിട്ട് മൂപ്പര് ഓടുന്നില്ല. ഒരു സ്ഥലത്തും പോയിട്ടില്ല. ശ്രീരാമചന്ദ്രസ്വാമിയെ കണ്ട് ആ ഭഗവാന്റെ സ്വരൂപത്തെ അറിഞ്ഞതിന് ശേഷം പിന്നെ വേറൊന്നും അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? ഉള്ളിലേക്ക് എടുത്തിട്ടില്ല. ഒറ്റ കാര്യമാണ് എടുത്തത്. 2 അക്ഷരം ഉള്ളിലേക്ക് എടുത്തു. സദാ ആ 2 അക്ഷരം തന്നെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുക. ആ 2 അക്ഷരം ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണ്ട സർക്കസ് മുഴുവൻ കളിക്കുന്നത്. രാമായണം പാരായണം ചെയ്യുന്നതും പ്രഭാഷണങ്ങൾ കേൾക്കുന്നതും സത്രങ്ങളിൽ പങ്കെടുക്കുന്നതും ഒക്കെ ഈ 2 അക്ഷരം ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടി മാത്രമാണ്. ആ 2 അക്ഷരം ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ? ഫിക്സഡ് ഡെപ്പോസിറ്റ് മാതിരിയാണ്, അത് അവിടെ കിടക്കും. പിന്നെ അതിന്റെ പലിശ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. രാമ 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 എന്നായിട്ട് പുറത്തേക്ക് വരും. അത് നമ്മൾ ഉള്ളിലേക്ക് എടുത്തിട്ടുള്ള 2 അക്ഷരം ഉള്ളിൽ തന്നെ കിടക്കും. അത് കാലാകാലങ്ങൾ ജന്മാന്തരങ്ങളോളം നമ്മളെ അതിലേക്ക് ആ ആനന്ദത്തിൽ ലയിപ്പിച്ച് 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 അവസാനം പ്രാരബ്ധ കർമ്മങ്ങളൊക്കെ ഒടുങ്ങുമ്പോൾ ആ 2 അക്ഷരം തന്നെ ആക്കിയിട്ട് മാറ്റും. രാമായണം എന്തിനാണ്, അല്ലെങ്കിൽ എന്താണ് ആ രാമായണത്തിന്റെ ലക്ഷ്യം, നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഒരു യാത്രയാണ്. യഥാർത്ഥത്തിൽ രാമന്റെ അയനം മാതിരി നമ്മുടെ എല്ലാവരുടെയും ഒരു യാത്രയാണ്. എവിടുന്ന് എവിടത്തേക്കുള്ള യാത്രയാണെന്ന് ചോദിച്ചാൽ രത്നാകരനിൽ നിന്ന് വാൽമീകിയിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയുടെ ഓരോ പടികളാണ് ഹനുമാൻ സ്വാമിയും, അവസാനത്തെ പടിയാണ് ശ്രീരാമചന്ദ്രസ്വാമി. ഒരു യാത്രയാണത്. ആ യാത്രയുടെ ദൂരം എന്താ? 10 കിലോമീറ്റർ, 100 കിലോമീറ്റർ, 20 കിലോമീറ്റർ, അങ്ങനെ കിലോമീറ്റർ കണക്കിലോ യോജന കണക്കിലോ പറയാൻ പറ്റില്ല. അക്ഷരക്കണക്കിന് പറയാം. 2 അക്ഷരം. ആ 2 അക്ഷരാണെന്ത്? രാമ. ആലോചിച്ച് നോക്കുക. അധ്യാത്മരാമായണത്തിൽ വിസ്തരിച്ച് പറയുന്ന ഭാഗമാണ് രത്നാകരന്റെ ആത്മകഥ, അല്ലെങ്കിൽ വാൽമീകി മഹർഷിയുടെ ആത്മകഥ. രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളനാണ്. ആ കാട്ടാളൻ എന്താ ചെയ്യുന്നത്? മറ്റുള്ളവരെ കൊള്ളയടിച്ചിട്ട് ജീവിക്കുന്ന ആളാ. ഒറ്റ കാര്യം ചെയ്യുന്നുള്ളൂ, മറ്റുള്ളവരെ കൊള്ളയടിക്കുക. ആലോചിച്ച് നോക്കുക, നല്ല പണിയല്ലേ? ദിവസവും രാവിലെ ആകുമ്പോൾ ആ കാട്ടിലെ വഴിയിൽ വന്ന് നിൽക്കും. നാട്ടുകാർ മുഴുവൻ പോണ വഴിയുണ്ട്, അവിടെ വന്ന് നിൽക്കും. ഓരോരുത്തർ വരുമ്പോൾ അവരെ പിടിച്ചു പറിക്കും, കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തും. കയ്യിലുള്ള സാധനങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ വന്ന പോലെ തിരിച്ചു പോവാട്ടോ. ഇതാണ് ജീവിതോപാധിയായിട്ട് ചെയ്യുന്നത്. ചെയ്യുന്നതിനൊക്കെ ഒരു ന്യായം ഉണ്ട്. എന്താ ന്യായം? വീട്ടുകാർക്ക് വേണ്ടിയാട്ടോ ചെയ്യുന്നത്.
അപ്പൊ ഈ രത്നാകരനിൽ ആരെ കാണണം? നമ്മൾ ഓരോരുത്തരെയും കാണണം. നമ്മളും അങ്ങനെയാണ്. എന്ത് കൊള്ളരുതായ്മ ചെയ്യുമ്പോഴും നമ്മൾ പറയും, മക്കൾക്ക് വേണ്ടിയാട്ടോ ചെയ്യുന്നത്, ഭാര്യയ്ക്ക് വേണ്ടിയാട്ടോ ചെയ്യുന്നത്, ഭർത്താവിന് വേണ്ടിയാട്ടോ ചെയ്യുന്നത്, കുടുംബത്തിന് വേണ്ടിയാട്ടോ ചെയ്യുന്നത്. ആർക്ക് വേണ്ടി? കുടുംബത്തിന് വേണ്ടിയാണോ? ഒന്നിരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ ഉത്തരം മാറും. നമുക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. കുടുംബത്തിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് നമുക്കൊരു അടി കിട്ടുമ്പോൾ നമ്മൾ ദുഃഖിക്കാൻ പാടില്ല. ദുഃഖിക്കാൻ പാടുണ്ടോ? ഇതൊക്കെ കുടുംബത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്, എനിക്ക് വേണ്ടിയല്ല കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യരുത്? അവരിൽ നിന്ന് ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കരുത്. അപ്പൊ നമ്മള് കുടുംബത്തിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് അടി കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? ദുഃഖിക്കരുത്. അങ്ങനെയാണോ നമ്മുടെ അവസ്ഥ? അല്ല. അവരിൽ നിന്ന് തിരിച്ചു സ്നേഹവും ബഹുമാനവും ഒക്കെ കാക്ഷിച്ചിട്ടാണ് നമ്മൾ ഈ കണ്ട എല്ലാ പരിപാടികളും ചെയ്യുന്നത്. അതിനൊരു ന്യായം പറയുകയും ചെയ്യും. ആ ന്യായം വീട്ടുകാർക്ക് വേണ്ടിയാട്ടോ. കൊടുക്കുന്നതിനൊക്കെ നമ്മൾ കണക്ക് വെക്കുന്നുണ്ട്. ഒരടി കിട്ടി നോക്കട്ടെ, നമ്മൾ എന്ത് ചെയ്യും? കണക്ക് പറയും. ഞാൻ അത് ചെയ്തിട്ട് നീ എനിക്ക് ഇതാ തന്നത്, ഞാൻ നിനക്ക് വേണ്ടി അങ്ങനെ ചെയ്തു, നിനക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു, എനിക്ക് എല്ലാ ജീവിതത്തിലുള്ള സൗഭാഗ്യങ്ങളും ഞാൻ ത്യജിച്ചിട്ടാണ് നിനക്ക് വേണ്ടി ജീവിച്ചത്. എന്താ പറയാ? നിനക്ക് വേണ്ടി ജീവിച്ചത്. നീ എന്ത് ചെയ്തിട്ടില്ല? എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ ബഹുമാനിക്കുന്നില്ല, എന്നെ കണക്കിലെടുക്കുന്നില്ല. ആദ്യത്തെ സെന്റൻസ് മുഴുവൻ ശ്രദ്ധിച്ചാൽ മതി. നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി. ഇതിന്റെയൊക്കെ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നതെന്ന് കേൾക്കണമെങ്കിൽ അവസാനം എന്നെ സ്നേഹിച്ചില്ല, എന്നെ ബഹുമാനിച്ചില്ല. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുന്നത്? എനിക്ക് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്, മറ്റാർക്കും വേണ്ടിയിട്ടല്ല. ഈ ബോധ്യം നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. ഇപ്പൊ രത്നാകരനും ഇതേമാതിരി പഠിച്ചു വെച്ചിട്ടുള്ള മറുപടിയാണ്. വീട്ടുകാർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. സന്തോഷം. അങ്ങനെ ഒരു ദിവസം 7 പേരെ കണ്ടു. സന്തോഷമായി. സാധാരണ 1 or 2 പേരെ കിട്ടിയാൽ കിട്ടി. ഇപ്പൊ 7 പേരെ കിട്ടി. സന്തോഷം. നേരെ അവരുടെ അടുത്തെത്തി. കയ്യിലുള്ള വിലപ്പെട്ട സാധനങ്ങളൊക്കെ തരാൻ പറഞ്ഞു. സ്വർണ്ണം ഉണ്ടെങ്കിൽ തരിക, പണം ഉണ്ടെങ്കിൽ തരിക, ഭക്ഷ്യവസ്തുക്കളാണെങ്കിൽ അതും സ്വീകരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഇത്യാദി സാധനങ്ങളൊന്നുമില്ല, ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആരെങ്കിലും ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പറയായിരുന്നു. സാധാരണ ആരും ഇത്യാദി ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. കത്തി കാണുമ്പോൾ തന്നെ സാധനങ്ങൾ തന്നിട്ട് തിരിച്ചു ഓടും. രത്നാകരൻ മനസ്സിൽ വിചാരിക്കണ്ട, ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെ പറയായിരുന്നു. കാരണം ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാ അതൊക്കെ ചെയ്യുന്നത്? ഭാര്യയും മക്കളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാട്ടോ. സന്തോഷായി. അവർ പറഞ്ഞു, ഈ ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന ഫലം, പണാണെങ്കിൽ അത്, സ്വർണ്ണാണെങ്കിൽ അത്, കായികനികളാണെങ്കിൽ അത്, അതൊക്കെ വീട്ടുകാർ എടുക്കണ്ടോ? എടുക്കണ്ട്. കൊണ്ടുവെക്കേണ്ട താമസമേ ഉള്ളൂ, കാലിയാവണത് അറിയണില്ല എന്ന് പറഞ്ഞു. ഒക്കെ അവർ സന്തോഷത്തോടെ എടുക്കണ്ട്. ഇതിന്നുണ്ടാവുന്ന പാപം അവരെടുക്കുമോ? അതും എടുക്കും, ഒരു സംശയമില്ല. വീട്ടിൽ പോയി ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയി ചോദിച്ചിട്ട് വന്നു. വീട്ടുകാരോട് ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്, സംശയമുണ്ടോ? ഇല്ല, ഒരു സംശയമില്ല. എല്ലാവരും ഈ അസംബ്ലിയിൽ വന്ദേമാതരം അല്ലെങ്കിൽ ദേശഭക്തി ഗാനം പാടാൻ പഠിപ്പിച്ച മാതിരി അതേ ട്യൂണിൽ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒരു സംശയമില്ല കേട്ടോ. അസംബ്ലിയിൽ അങ്ങനെയല്ല. എല്ലാ കുട്ടികളും മുന്നിൽ ഒരാൾ പറയണത് മാതിരി എല്ലാവരും അങ്ങ് അറ്റം വരെ പറയും. ഒരു സംശയമില്ല, ഞങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഭാര്യ പറഞ്ഞു, മക്കളത് ഏറ്റുചൊല്ലി. അപ്പോഴടുത്ത ചോദ്യം, ഇതിന്ന് കിട്ടുന്ന കാര്യങ്ങൾ, സ്വർണം നിങ്ങൾ എടുക്കണ്ട ഇല്ലേ? ഉണ്ട്. കായികനികൾ എടുക്കണ്ട ഇല്ലേ? ഉണ്ട്. പണം എടുക്കണ്ട ഇല്ലേ? എടുക്കണ്ട്. എന്നാ പാപം നിങ്ങൾ എടുക്കുമോ? ആ ചോദ്യം കേട്ടപ്പോ തന്നെ എല്ലാവരുടെയും ഉത്തരം മാറി, ഇല്ല കേട്ടോ, അത് നിങ്ങൾ എടുത്താൽ മതി. ആലോചിച്ചൊക്കെ. ആദ്യം എന്താ പറഞ്ഞേ? പണം എടുക്കണ്ട എടുക്കില്ലേ? എടുക്കും. സ്വർണം എടുക്കണ്ട എടുക്കില്ലേ? എടുക്കും. കായികനികൾ എടുക്കണ്ട എടുക്കില്ലേ? എടുക്കും. പാപം എടുക്കുവോ? ഇല്ല കേട്ടോ. ഇതാണ് ഉത്തരം. ആലോചിച്ച് നോക്കുക. ഏറ്റവും സ്നേഹിക്കുന്ന സാധനത്തിന്റെ കയ്യിൽ നിന്ന് ആദ്യത്തെ അടി കിട്ടണം. ആ കിട്ടണ അടി ഒരു 1.5 അടിയായിരിക്കും. ആ അടിയിൽ നമ്മൾ നന്നാവും. ആ അടിയിൽ ഒന്നുകിൽ നമ്മൾ നന്നാവും, ഇല്ലെങ്കിൽ സർവനാശം. ഒക്കെ തീർന്നു എന്ന് പറഞ്ഞിട്ട് ജീവിതം നശിപ്പിക്കും, അല്ലെങ്കിൽ ആ ഒരൊറ്റ അടി ചിലപ്പോൾ ജീവിതം പഠിക്കും. രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കും. ഇപ്പൊ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ധരിച്ചിട്ടാണ് അദ്ദേഹം വന്നത്. വീട്ടുകാർക്കും ഇതേ ധാരണയുണ്ട് എന്ന് വിചാരിച്ചു. വീട്ടുകാർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ എടുക്കില്ല. പണികളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പാപം നിങ്ങൾ സ്വീകരിക്കണം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ.
നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞ് മറ്റന്യർ ഭുജിക്കുമോ? ആ ഒരൊറ്റ ചോദ്യം കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആപാത ചൂട് ഒരു വിറയല ഉണ്ടായത്. 110 kV ലൈന് തലമണ്ടക്ക് കൂടിയിട്ട് വീണ് കഴിഞ്ഞാൽ എന്തുണ്ടാവും? നല്ല സുഖം ഉണ്ടാവും. ആ വീഴ്ചയാണ് അദ്ദേഹം അനുഭവിച്ചത്. അത്രയും വലിയ കറണ്ട് ഒരൊറ്റ നിമിഷം ശരീരത്തിലൂടെ മുഴുവൻ പാഞ്ഞു പോണ അവസ്ഥ. ഇതാണ് പ്രകൃതിയുടെ നിയമം. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന സാധനത്തിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടുമ്പോഴാണ് നമുക്ക് ജീവിതത്തെ പറ്റിയുള്ള ധാരണ ഉണ്ടാവുക. ആ ധാരണയോടെ മെല്ലെ അവരുടെ അടുത്ത് വന്നു, ആചാര്യന്മാരുടെ അടുത്ത് വന്നു വീണു, കാൽക്കൽ വീണിട്ട് പറഞ്ഞു, ഒരൊറ്റ ആഗ്രഹമുള്ളൂ, ഇനി ഈ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം. അതിനുള്ള വഴി നിങ്ങൾ തന്നെ പറഞ്ഞു തരണം. കണ്ണ് തുറന്നത് നിങ്ങളാണ്, ഇനി കാഴ്ചയും നിങ്ങൾ തന്നെ തരണം. ഇപ്പോഴും പറഞ്ഞു കൊടുത്തു, ഒരു മന്ത്രം പറഞ്ഞു തരാം, ആ മന്ത്രം ജപിച്ചോളാൻ. 2 അക്ഷരം പറഞ്ഞു കൊടുക്കാം, ആ അക്ഷരം എന്ത് ചെയ്യുക? ജപിക്കുക. എന്നിട്ട് എന്ത് ചെയ്തു? രാമമന്ത്രം തിരിച്ചു പറഞ്ഞു കൊടുത്തു. മരാ 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 എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇരുന്ന് ജപിച്ചോളാൻ പറഞ്ഞു. ആദ്യത്തെ ആ ഒരു തവണ മാത്രമേ എന്തുണ്ടാവും? മര കേൾക്കൂ. ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായിട്ട് മാറും? രാമാന്നായിട്ട് മാറും. ജപിച്ചു നോക്കുക. മരാമ രാമ 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 എന്തായിട്ട് മാറി? രാമ 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 രാമ. എന്ത് ചെയ്യരുത്? ഒരു കാര്യം ആര് പറഞ്ഞാലും വിശ്വസിക്കരുത്, ചെയ്തു നോക്ക്. നാമം ജപിച്ചാൽ ഇന്ന ഗുണങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു, വിശ്വസിക്കരുത്. വീട്ടിൽ പോയിട്ട് ജപിച്ചു നോക്കുക, അപ്പൊ മനസ്സിലാവും. അതേമാതിരി രാമ 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 ഇരുന്ന് ജപിച്ചു. രത്നാകരന്റെ ഒരൊറ്റ ഗുണം, പറഞ്ഞതുപോലെ അനുസരിക്കാൻ അറിയാം. അവിടെ ചോദ്യങ്ങളില്ല. നമ്മളാണെങ്കിൽ തിരിച്ചു ചോദിക്കും, എന്തുകൊണ്ട് രാമാന്ന് വന്നില്ല? ഒരു ചോദ്യവും അങ്ങോട്ട് ചോദിച്ചില്ല, അനുസരിച്ചു, ഇരുന്ന് ജപിച്ചു. ആ ജപമാണ് എന്ത് ചെയ്യുന്നത്? വാൽമീകിയിലേക്കുള്ള യാത്ര. പിന്നെ പുറത്തു വരുന്ന ആളെ ആരല്ല? രത്നാകരനല്ല, വാൽമീകിയാണ്. ആ വാൽമീകി മഹർഷിയാണ് തമസാ നദീ തീരത്തൊരു വേടൻ, ഒരു കാട്ടാളൻ ക്രൗഞ്ചമിഥുനങ്ങളിൽ ആൺപക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തുമ്പോൾ അതിയായിട്ടുള്ള ദുഃഖം ഉണ്ടാകുന്നതും അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് സമാക്ഷരങ്ങളായിട്ടുള്ള ഒരു ശ്ലോകം പുറത്തേക്ക് വരുന്നതും. ഇതാ ശ്ലോകം: ഇത്രയും വലിയ ക്രൂരകർമ്മത്തെ ചെയ്തിട്ടുള്ള നീ ചിരപ്രതിഷ്ഠിതനാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ആ ദുഃഖം പുറത്തേക്ക് വരികയാണ്. ആ ഋഷീശ്വരന്റെ മഹിമ അറിയണമെങ്കിൽ അവിടെ നമ്മൾ നിർത്തരുത്, അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടരുത്, അതിനപ്പുറത്തേക്ക് വായിക്കണം. ഇതിനപ്പുറത്തേക്ക് രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും ദുഃഖമാണ്. ഞാൻ ഇവനെ ശപിച്ചല്ലോ, നല്ലത് പറഞ്ഞു കൊടുക്കണ്ട, ഞാൻ ശപിച്ചല്ലോ, അതാ ദുഃഖം. ആചാര്യന്മാരുടെ പ്രത്യേകത അതാണ്. അവര് പ്രപഞ്ചത്തെ മുഴുവൻ കരുണയോടെ മാത്രമേ കാണൂ. ഇപ്പോൾ കൂടെ ഇരുന്ന ഭരദ്വാജാദി ശിഷ്യന്മാരോട് പറഞ്ഞു, എന്റെ നാക്കിൽ നിന്ന് എന്താണോ പുറത്തു വന്നിട്ടുള്ളത് അത് വാദ്യഘോഷാദികളോട് കൂടിയിട്ട് ആലപിക്കാൻ പറ്റുന്ന കാവ്യം മാത്രമായിട്ട് ഭവിക്കണം, ശാപമാവരുത്. തെറ്റിദ്ധരിക്കരുത് ആൾക്കാര്, ഇത് ശാപമായിട്ട് എടുക്കരുത് എന്ന് പറഞ്ഞു. കാരണം ആചാര്യന്മാര് ചെയ്യുന്നതാണ് അത് ആചാരമായിട്ട് മാറും. ഒരാളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് നല്ല വഴി ഉപദേശിക്കാണ്ട് അയാളെ ശപിക്കുന്നത് ഒരു ആചാരമായിട്ട് മാറരുത് എന്ന് ബോധ്യം അദ്ദേഹത്തിനുണ്ട്. ആശ്രമത്തിൽ വന്നപ്പോഴും അതിയായിട്ടുള്ള ദുഃഖം. എന്താ ദുഃഖം? ഞാൻ ശപിച്ചല്ലോ, ആദ്യം ഈ ക്രൂരൻ ഈ ക്രൂരകൃത്യം ചെയ്തല്ലോ എന്ന് ദുഃഖം. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും അദ്ദേഹത്തെ പറ്റി അങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ പറയാൻ പാടുണ്ടോ? എന്റെ നാക്കുന്നത് വീഴാൻ പാടുണ്ടോ? അങ്ങനെയുള്ള ദുഃഖം. അപ്പോഴാണ് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത്, അങ്ങയുടെ നാവിൽ നിന്ന് എന്താണോ പുറത്തു വന്നിട്ടുള്ളത് അത് സരസ്വതീ വിലാസം കൊണ്ട് പുറത്തു വന്നിട്ടുള്ളതാണ്. അതേമാതിരി സമാക്ഷരങ്ങളായിട്ട് ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥ അങ്ങ് രചിക്കണം എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കുക, മറ്റുള്ളവരെ കൊല്ലാൻ മടിയില്ലാത്ത ആള്, പിടിച്ചു പറിക്കാൻ മടിയില്ലാത്ത ആള്. ഒരു വേടൻ ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തുമ്പോൾ അദ്ദേഹത്തിന് അതിയായിട്ടുള്ള ദുഃഖം ഉണ്ടാവുകയാണ്. അയാളോട് പറഞ്ഞു പോയിട്ടുള്ള വാക്കിനെ ഓർത്തിട്ട് അതിയായിട്ടുള്ള ദുഃഖം ഉണ്ടാവുകയാണ്. ആ മാറ്റം ആലോചിച്ച് നോക്കുക. രാത്രിയും പകലും മാതിരിയുള്ള മാറ്റമുണ്ട്. അത്രയും ക്രൂരനായിട്ട് ജീവിച്ച ആള് തെറ്റ് തിരിച്ചറിഞ്ഞ് ഭഗവാന് തന്നെ സമർപ്പിക്കുമ്പോൾ എന്താണ്? മറ്റൊരാളായിട്ട് മാറുകയാണ്. ആ ചിതൽപുറ്റ് എന്ന് പറയുന്നത് എന്താണ്?
തൻ്റെ ശരീരചിന്തകൾ മുഴുവൻ ഒടുങ്ങുന്നതിൻ്റെ പ്രതീകമാണ്. വളരെ മനോഹരമായിട്ട് നമ്മൾ പൗഡറും മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ട് സദാ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിൻ്റെ മുകളിലൊരു ചിതൽപ്പുറ്റ് വളർന്നാൽ എങ്ങനെയുണ്ടാവും? കേമായിരിക്കും. താൻ എന്നുള്ള ബോധം, ഞാൻ ഈ ശരീരമാണെന്നുള്ള ബോധത്തെ പരിപൂർണമായിട്ട് വിട്ട് ആ രണ്ടക്ഷരം മാത്രമായിട്ട് മാറുന്ന അവസ്ഥ, അതാണ് ചിതൽപ്പുറ്റുന്ന പുറത്തേക്ക് വരുന്നത്. അതിനു മുന്നേ താൻ എന്തായിരുന്നു അതിനെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് അതിൻ്റെ ഉപാധിയായിട്ടുള്ള ആ ശരീരത്തെ പോലും ഭഗവാന് സമർപ്പിച്ച് പരിപൂർണമായിട്ട് ആ അക്ഷരത്തിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥ. അങ്ങനെ ലയിക്കാനുള്ള ഉപാധിയായിട്ടുള്ള നാമം കിട്ടുമ്പോൾ അദ്ദേഹം അറിയുന്ന പോലുമില്ല അതാരുടെ നാമമാണ്, എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയില്ല. ആകപ്പാടെ അറിയാവുന്നത് കേട്ട കാര്യങ്ങള് വള്ളി പുള്ളി തെറ്റാണ്ട് ആചരിക്കാനുള്ള ഒരു മനസ്സുണ്ട്, നാക്ക് വളയുന്നുണ്ട്, അതിനപ്പുറത്തേക്ക് യാതൊന്നും അദ്ദേഹത്തിന് അറിയില്ല. ഇത് പറയാൻ എന്താ കാരണം? രാമായണം പാരായണം ചെയ്യുമ്പോൾ അല്ലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉദ്യമിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ പോലും അറിയാണ്ട് വരുന്നൊരു ചോദ്യം, എനിക്കിതൊന്നും അറിയില്ല, പിന്നെ ഞാൻ എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക? എനിക്കിതൊന്നും അറിയില്ല, ഞാനൊക്കെ സാധാരണക്കാരനല്ലേ, എനിക്ക് എങ്ങനെയാ ജപിക്കാൻ പറ്റുക, എനിക്ക് എങ്ങനെയാ നാമം ജപിക്കാൻ പറ്റുക, എനിക്ക് എങ്ങനെയാ രാമായണം പാരായണം ചെയ്യാൻ പറ്റുക? നമ്മളെക്കാളും വലിയ സാധാരണക്കാരൻ, നമ്മളെക്കാളും വലിയ പാപിയായിട്ട് നടന്നിട്ടുള്ള ആള്, അക്ഷരം കൂട്ടി വായിക്കാൻ പോലും പൂർണ്ണമായിട്ട് അറിയാത്ത ആള്, ആ വാക്കുകളുടെ അർത്ഥം എന്താണ് എന്ന് പോലും അറിയാത്ത ആള് പരിപൂർണമായിട്ടുള്ള സമർപ്പണത്തോടെ ജപിച്ചിട്ടാണ് ഭഗവാന്റെ കഥ നമുക്ക് തന്നിട്ടുള്ളത്. ആലോചിച്ച് നോക്ക്. നമ്മൾ സാധാരണക്കാരാണ്, നമുക്ക് ജപിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ഒഴിവ് കഴിവ് പറയുമ്പോൾ ആദ്യം അത് ആലോചിച്ച് നോക്ക്. ഒന്നും ആലോചിക്കണ്ട. നമ്മളെക്കാളും വലിയ മഹാപാപിയായിട്ട് നടന്ന ആള്, നമ്മളെക്കാളും വലിയ പാപങ്ങൾ ചെയ്ത് നടന്ന ആള്, നമ്മളെക്കാളും സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് നടന്ന ആള് അക്ഷരത്തിന്റെ അർത്ഥം, ആ വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് പോലും അറിയാണ്ട് ജപിച്ചതിന്റെ ഫലമാണ് നമുക്ക് ഈ അക്ഷരത്തെ വികസിപ്പിച്ച് 24,000 ശ്ലോകങ്ങളിൽ കിട്ടിയിട്ടുള്ളത്. ആ രണ്ടക്ഷരത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാത്ത ആളാണ് അതിന് 24,000 ശ്ലോകങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത്. ആലോചിച്ച് നോക്കുക. നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി കെട്ടിയിട്ട് ഭഗവാനിൽ നിന്ന് അകലരുത് എന്നുള്ള ബോധ്യത്തിലാണ് രാമായണ മാസം എല്ലാവരും രാമായണം പാരായണം ചെയ്യണം എന്നുള്ള ഒരു മുന്നേറ്റം നമുക്കിടയിൽ ഉണ്ടായിട്ട് വന്നിട്ടുള്ളത്. അത് കാലത്തിന്റെ ആവശ്യമായിരുന്നു. അത് കാലത്തിന്റെ ആവശ്യം. എല്ലാവരും പാരായണം ചെയ്യണം എന്നുള്ളതിന്റെ താല്പര്യം അതാണ്. അങ്ങനെ എല്ലാവർക്കും പാരായണം ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് അതിന്റെ രചയിതാവ് തന്നെ. യഥാർത്ഥ രചയിതാവ് ആ ഭഗവാനാണ്, സാക്ഷാൽ നാരായണൻ. അതിനെ മനുഷ്യർക്ക് തന്നിട്ടുള്ള ആള് വാൽമീകി മഹർഷിയാണ്. അതും ഒരു ചോദ്യത്തിലാണ്. കൊന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്യവീര്യവാൻ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് രാമായണത്തിന്റെ തുടക്കം. അപ്പോൾ അടുത്ത തലമുറയിലേക്ക് എങ്ങനെ കൈമാറ്റം ചെയ്യാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പരിപൂർണമായിട്ടുള്ള സമർപ്പണത്തോടെ നമ്മൾ ഉത്തരം പറയാൻ തയ്യാറായിട്ടിരിക്കുക. ചോദ്യത്തിലും ഉത്തരത്തിലുമാണ് രാമായണം മുന്നോട്ട് പോകുന്നത്. എല്ലാ ചോദ്യത്തിനും ആ രാമായണത്തിൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, രണ്ടക്ഷരാണ്. അതിനെ ഒന്ന് വിപുലീകരിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്തായിട്ട് മാറും? ഇക്ഷ്വാകുവംശ പ്രഭവോ രാമോ നാമജനൈശ്രുത. എല്ലാ ഗുണങ്ങളും തികഞ്ഞവൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇക്ഷ്വാകുവിന്റെ വംശത്തിൽ പറഞ്ഞ രാമൻ എന്നെല്ലാവരും വിളിക്കണവനാണെന്ന് നമുക്ക് കുറച്ച് വിസ്തരിച്ചിട്ട് പറയാം. സർവ്വ ചോദ്യങ്ങളുടെ ഉത്തരം ആ രണ്ടക്ഷരത്തിലേക്ക് ചുരുങ്ങണ അവസ്ഥയിൽ നമുക്ക് എന്ത് കിട്ടും? രാമായണം കിട്ടും. അങ്ങനെ ചുരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ രാമായണ മാസവും തുടക്കം തൊട്ടിട്ട് ശ്രീരാമചന്ദ്രസ്വാമിയെ സദാ മനസ്സിൽ സ്മരിച്ച്, ആ ഹനുമാൻ സ്വാമിയെ സ്മരിച്ച്, ലക്ഷ്മണസ്വാമിയെ സ്മരിച്ച്, സീതാദേവിയെ സ്മരിച്ച് രാമായണം പാരായണം ചെയ്യുന്നത്. അത് വിപുലീകരിക്കാനല്ല, രണ്ടക്ഷരത്തിൽ ചുരുക്കാനാണ്. അങ്ങനെ ചുരുക്കി ആ രണ്ടക്ഷരത്തെയും വിട്ട് ആ രണ്ടക്ഷരം നമ്മളായിട്ട് മാറാനാണ്. അങ്ങനെ മാറാൻ ആ ഹനുമാൻ സ്വാമിയും ശ്രീരാമചന്ദ്രസ്വാമിയും ഒക്കെ നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ച് നമുക്കിവിടെ അവസാനിപ്പിക്കാം. വാക്കുകളാകുന്ന പുഷ്പാഞ്ജലി ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാം. ഹരി ഓം തത്സത്. കായേന വാചാ മനസേന്ദ്രർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർസ്വഭാവാത് കരോമ്യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.